പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ. വിശ്വാസ സ്ഥിരരായി അണഞ്ഞിടും ദാസരിന്മേൽ വിശ്വാസ സ്ഥിരരായി അണഞ്ഞിടും ദാസരിന്മേൽ മിശിഹായിൻ നാമത്തിൽ കുറവന്റെ കൃപ നൽകി വഴി നടത്തൂ കരുണകൾക്കുടയവനേ. മിശിഹായിൻ നാമത്തിൽ കുറവന്റെ കൃപ നൽകി വഴി നടത്തൂ കരുണകൾക്കുടയവനേ. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ. നിർമ്മലമാ മനമോടെ നിരന്തരം സ്തുതിച്ചിടുവാൻ നിർമ്മലമാ മനമോടെ നിരന്തരം സ്തുതിച്ചിടുവാൻ നിർമ്മലരായി നിലനിൽക്കാൻ നിരുപമ സ്നേഹത്തിൽ വസിച്ചിടുവാൻ കൃപ ചൊരിയൂ. നിർമ്മലരായി നിലനിൽക്കാൻ തിരുമമ സ്നേഹത്തിൽ വസിച്ചിടുവാൻ കൃപ ചൊരിയൂ. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങുന്നടിയാ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ. അഭിവന്ദ്യനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്ന് ഈ പന്തലിൽ സുവിശേഷ ഘോഷണം നടത്തുന്ന വന്ദനായ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ, ഈ ചടങ്ങിൽ അതിഥിയായി പങ്കെടുക്കുന്ന റോയി തോമസ് അച്ഛൻ അടക്കം വന്യ റമ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വന്യ സിസ്റ്റേഴ്സ്, അമ്മമാരെ, സഹോദരിമാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, കൺവെൻഷൻ്റെ സമാപന ചടങ്ങാണിത്. ബഹുമാനപ്പെട്ട റോയി അച്ഛൻ എന്നെ വിളിച്ച് ഈ കൺവെൻഷന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് മുമ്പിലിരുന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇവിടെ വന്നപ്പോൾ എന്നോട് വേദിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. വേദിയിൽ ഇരുന്നപ്പോൾ 2 വാക്ക് ആശംസ പറയണമെന്ന് പറഞ്ഞു. സത്യത്തിൽ പുത്തമ്പുരക്കലച്ചൻ്റെ തീക്ഷ്ണമായ വചനം കേൾക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ നടത്തുന്നത് ഒരധിക പ്രസംഗമാണ് എന്നെനിക്കറിയാം.
അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിന് ഈ അവസരം വിനിയോഗിക്കുന്നില്ല. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ കീഴിൽ കോഴഞ്ചേരി ഡിസ്ട്രിക്ട് സുവിശേഷ സംഘം വിപുലമായ നിലയിൽ മെൽത്തോ 2014 ഈ കൺവെൻഷൻ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഹൃദയപൂർവമായ ഭാവുകങ്ങൾ ഞാൻ നേരുകയാണ്. വർത്തമാനകാല സാഹചര്യം ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ പ്രേരണ ചെലുത്തേണ്ട ആവശ്യകത വിളംബരം ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രലോഭനങ്ങളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രലോഭനങ്ങളാണ്. ആ പ്രലോഭനങ്ങളുടെ നടുവിൽ നന്മയുടെ വഴിയിലൂടെ മൂല്യബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവിക വചനത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക. അതിനുള്ള വലിയ പ്രേരണയാണ് ഇതുപോലെയുള്ള കൺവെൻഷനുകൾ നമുക്ക് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വായിച്ച ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. പാപിനിയായ സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന വേദഭാഗം വായിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു പള്ളിയിൽ അന്ന് ശുശ്രൂഷ നടത്തിയ അച്ഛൻ പ്രസംഗിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആളുകൾ കല്ല് താഴെയിട്ട് പിൻവാങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. സ്ത്രീയോട് പറഞ്ഞു, പോക, ക്ഷമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിളംബരം. പോക എന്ന് പറഞ്ഞ് അച്ഛൻ ആ ഭാഗത്തെ പ്രസംഗം അവസാനിപ്പിച്ചു. ഞാൻ വായിച്ചത് പള്ളിയിലെ ആളുകൾ അച്ഛൻ്റെ ആ പ്രസ്താവനയെ ചോദ്യം ചെയ്തു. കാരണം ക്ഷമിച്ചു, ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചുള്ള ആ സങ്കല്പം വളരെ വലുതാണ്. പോക എന്നുള്ളത് അവസാനിപ്പിച്ചത് ശരിയായില്ല എന്ന് വിശ്വാസ സമൂഹം അച്ഛനെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിനോടൊപ്പം ഒരു വാചകം കൂടിയുണ്ട്, ഇനി പാപം ചെയ്യരുത്. അതാണ് ഏറ്റവും, ക്ഷമിച്ചു എന്നുള്ളതിനോടൊപ്പം തന്നെ ഇനി പാപം ചെയ്യരുത് എന്ന വാക്ക് അച്ഛൻ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് വിശ്വാസി സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച, വിശ്വാസി സമൂഹത്തെ വേദനിപ്പിച്ച ഒരു കാര്യം. അതാണ് ഞാൻ വിനയപൂർവ്വം സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ ദിവസങ്ങളിൽ നടന്ന കൺവെൻഷൻ നമ്മുടെ മനസ്സിലേക്ക് വലിയ ദൈവിക ചിന്ത പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബഹുമാനപ്പെട്ട പുത്തമ്പുരയ്ക്കൽ അച്ഛൻ തീഷ്ണമായ വചനങ്ങളിലൂടെ വീണ്ടും നമ്മുടെ രൂപാന്തരത്തിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുകയാണ്. ഇവിടെ നിന്ന് ലഭിച്ച ആർജവം, ഇവിടെ നിന്ന് ലഭിച്ച ആത്മീയമായ നിറവ്, ആ നിറവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രലോഭനങ്ങളുടെ നടുവിൽ അതിൽ വീണു പോവാതെ ആ നിറവിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെ നമ്മുടെ കാതിൽ മന്ത്രിക്കണം, ഇനി പാപം ചെയ്യരുത്. നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളതോടൊപ്പം തന്നെ ഇനി പാപം ചെയ്യരുത് എന്ന വാക്കുകൾ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കാൻ കഴിയണം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. മഹാത്മാഗാന്ധി മാതാ അമൃത കൗറിനോട് പറഞ്ഞു. അമൃത കൗർ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്കറിയും എന്നെനിക്കറിയില്ല. ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. മതപരിവർത്തനത്തിന് ആഗ്രഹിച്ച ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയോട് അഭിപ്രായം ചോദിച്ചു. ഗാന്ധിജി അവരോട് പറഞ്ഞു, പാടില്ല, ടു ബി എ ട്രൂ ക്രിസ്ത്യൻ എന്ന് ആണ് മാതാ അമൃത കൗറിനോട് മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്രിസ്ത്യാനിയായിരുന്ന, എല്ലാമായി എന്ന പൂർണ്ണമായ പ്രഖ്യാപനമാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ വായനയിൽ നമ്മൾ കേട്ടു, മറ്റുള്ളവരെ സഹായിക്കാൻ, അശരണരെ സഹായിക്കാൻ, ഈ എളിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തു എന്നുള്ള സങ്കല്പത്തോടു കൂടി ആ ശുശ്രൂഷ നിർവഹിക്കാൻ, ആ ഉൾപ്രേരണ നമ്മുടെ മനസ്സിലേക്കുണ്ടാവാൻ, ടു ബി എ ട്രൂ ക്രിസ്ത്യൻ, ആ വാക്ക് നിശ്ചയമായും നമുക്ക് വലിയ പ്രചോദനം നൽകട്ടെ. ആ നിലയിൽ നല്ല ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവഹ കേന്ദ്രമായി, നമ്മളിൽ ശക്തി നിറയ്ക്കുന്ന ഒരു പ്രവഹ കേന്ദ്രമായി ഈ കൺവെൻഷൻ രൂപാന്തരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ബഹുമാനപ്പെട്ട ഇടയാടി അച്ഛൻ, ടി കെ തോമസ് അച്ഛൻ, എ ബി അച്ഛൻ, അതോടൊപ്പം തന്നെ ജോബ് അച്ഛൻ എന്നീ വൈദിക ശ്രേഷ്ഠരെയും സ്വാഗതം ചെയ്യുന്നു. ചിന്തയുടെയും ചിരിയുടെയും കുടുംബ നവീകരണത്തിൻ്റെയും നിമിഷങ്ങളായി നമുക്കിനിയുള്ള സമയം വേർതിരിക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനെ ആദരപൂർവ്വം ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ആദരണീയനായ തിരുമേനി, സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ വർഷം നമ്മുടെ സഭ കുടുംബത്തിൻ്റെ വാർഷികത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഒന്നാകുന്നു എന്നുള്ള മനോഹരമായൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്.
ഇപ്പം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പറയാറുണ്ട്, കുടുംബം പോകുന്നത് പോലെയാണ് ലോകം പോകുന്നത്. നല്ല കുടുംബമാണോ നല്ല ലോകം, കുടുംബം മോശമാണോ ലോകവും മോശം. ഇന്ന് പല ആൾക്കാരും പറയുന്ന ഒരു പരാതിയാണ്, പഴയതുപോലെ നല്ല അച്ഛന്മാരില്ല, പഴയതുപോലെ നല്ല അഡ്വക്കേറ്റുമാരില്ല, ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ, പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, പഴയതുപോലെ നല്ല അമ്മമാരില്ല. പണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചം. മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലകൻ, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, പേര് കേട്ടാൽ രോമാഞ്ചം. ഇന്ന് നമ്മുടെ ചില നേതാക്കന്മാരുടെ പേര് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഉള്ള രോമം കൂടി കൊഴിഞ്ഞു പോവും. അങ്ങനെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പം നന്മയുടെ കണികൾ വറ്റിപ്പോകുന്ന ഒരു ലോകത്ത് ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നു, നന്മ നിറഞ്ഞ കുടുംബത്തിലൂടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ. നമ്മൾ കാണുന്നുണ്ട്, ലോകത്തിൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് തിരിച്ചറിയൽ പരേഡ്. എവിടെയെല്ലാം പെൺവാണിഭ കേസുണ്ടോ അവിടെയെല്ലാം ഉണ്ട് തിരിച്ചറിയൽ പരേഡ്. ഈ തിരിച്ചറിയൽ പരേഡ് 2010, 2012, 2013, 2014 ആരംഭിച്ചതല്ല. തിരിച്ചറിയൽ പരേഡ് തുടങ്ങിയത് ലോകാരംഭത്തിൽ ഏതൻ തോട്ടിൽ യുഗാദിയിൽ ഏതൻ്റെ കന്നി മണ്ണിലാണ് ആദ്യത്തെ തിരിച്ചറിയൽ പരേഡ്. ആദ്യപുരുഷനായ ആദാം ഏകനും മൂകനുമായിരുന്നു. അവൻ്റെ ഏകാന്തത മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, ആദം, ഇന്ന് വരെ സൃഷ്ടിച്ചതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ഫിറ്റായിട്ടുണ്ടോ, ഒത്തതുണ്ടോ, ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുക. അന്ന് വരെ സൃഷ്ടിച്ച എല്ലാ ജീവികളെയും കൊണ്ടുവന്ന് ആദത്തിന് ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിർത്തി. പുറകിൽ ആദം, മുമ്പിൽ പിടിയാന, ഒട്ടും ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് എരുമ, ശകലം പോലും ചേരിയല. ഒരു വശത്ത് ആദം, തൊട്ടു മുമ്പിൽ വെച്ചു പശുവിനെ നിർത്തി നോക്കി, ഒട്ടും ചേരിയല. തമ്പുരാന് പിടികിട്ടി, തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയല. പക്ഷെ തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അതിന് പുരുഷനെ ഗാഠനിദ്രയിലാഴ്ത്തി എന്നാണ് പറയുക. ബൈബിളിൽ ചില വാക്കുകൾ ഒരിക്കൽ ഉണ്ട്, പിന്നെ ഒരിക്കലും ഇല്ലാത്തതാണ്. ഒരിക്കൽ ഉള്ളതും ഒരിക്കൽ ഇല്ലാത്തതുമായ ഒരു വാക്കാണ്, പിന്നെ കാണാത്തതുമായ വാക്കാണ് ഗാഠനിദ്ര. അതാർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങ്, മനസമാധാനത്തോടെയുള്ള നിൻ്റെ ഒടുക്കത്തെ ഉറക്കം കെടുത്താൻ ഒരെണ്ണം വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുക. അവൻ്റെ വാരിയൽ ഒടിച്ചെടുത്തിട്ട് പോലും അവൻ അറിഞ്ഞില്ല, അത്രയും സുഖമായിട്ട് അവൻ കിടന്നുറങ്ങിപ്പോയി എന്നാണ് പറയുക. അപ്പോൾ അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു, വർത്തമാനം പറച്ചിൽ ആരംഭിച്ചു, ലോകത്തിൽ സ്നേഹബന്ധം ഉണർന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ട് ചിരിച്ചതും വർത്തമാനം പറച്ചിലൊക്കെ ആരംഭിച്ചതും സ്ത്രീ ഉണ്ടായതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം മോർച്ചറി പോലെയാണ്, ഒരനക്കവുമില്ല. കരച്ചിലും പിടിച്ചിലും ചീറ്റിലും ചിരിയൊക്കെ വേണോ, സ്ത്രീ ഉണ്ടേലേ ഉള്ളൂ. അതുകൊണ്ടാണ് സായിപ്പന്മാർ പറയും, പരദേശയിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പ് നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ ഒരു സ്വയം പരിചയപ്പെടുത്തൽ നടത്തി. അതിങ്ങനെയായിരുന്നു, മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചു. മലയാളികൾ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ മലയാളമാണ്. ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പം പനങ്കല പോലത്തെ മുടി പാദം മുട്ടിക്കിടക്കുന്നൊരു മാതകത്തിടമ്പ് മന്ദം വന്ന് നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ എന്ന് വിളിച്ചു. അങ്ങനെ ഹവ എന്ന വാക്കുണ്ടായി, സംസാരം ആരംഭിച്ചു. ഒരു ഭർത്താവ് ഭാര്യയോട് പറയടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ദിവസം വെറും 7000 വാക്ക് പറയുമ്പം നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000-ലധികം വാക്കുകളാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, പിന്നെ എന്നാ അടി, തന്നെ പോലുള്ള കിഴങ്ങന്മാർ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെയാണ് 7000 14,000 ആയത്. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞ്? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് പിടി കിട്ടത്തുള്ളൂ. അപ്പോൾ സ്നേഹബന്ധങ്ങൾ ആരംഭിച്ചു, ലോകത്തിൽ കുടുംബബന്ധങ്ങൾ ആരംഭിച്ചു. ഏതൻ തോട്ടത്തിൽ സ്നേഹത്തിൻ്റെ കുടുംബം അവിടെ രൂപം കൊള്ളുകയാണ്. അവിടെ ദൈവം പറയുകയാണ്, ആദം, നിനക്ക് വറക്കാൻ, ഒലത്താൻ, തോരൻ വെക്കാൻ, പറ്റിക്കാൻ, വിളയിക്കാൻ, കൊഞ്ചിക്കാൻ, തത്തക്കുഞ്ഞ്, മാടത്ത, മയിലും കുഞ്ഞ്, പന്നിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, താറാവ്. പക്ഷെ നിനക്ക് സ്നേഹിക്കാൻ നിൻ്റെ വെമ്പറം നോത്തി അവ. മോളെ, നിനക്ക് സ്നേഹിക്കാൻ, വിളയിക്കാൻ, കൊഞ്ചിക്കാൻ, പിള്ള കളിക്കാൻ
ആട്ടിൻകുഞ്ഞ്, പന്നിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, മുയലും കുഞ്ഞ്. പക്ഷെ സ്നേഹിക്കാൻ നിൻ്റെ ഭർത്താവിനെ ഒലത്തരുത്, ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യയെ പൊരിക്കരുത്, ഭാര്യയെ സ്നേഹിക്കണം. സായിപ്പന്മാരുടെ ജീവിതം പൊട്ടിപ്പറഞ്ഞു പോയത് യൂറോപ്പിൽ, അമേരിക്കയിൽ, പടിഞ്ഞാറിൻ്റെ സ്വാധീനമുള്ള ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ കുടുംബബന്ധം തകർന്നത് സ്നേഹിക്കേണ്ട ഭാര്യയ്ക്ക് പകരം പട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സായിപ്പ്, കണ്ടംപൂച്ചയെ അമർത്തിപ്പിടിക്കുന്ന മാതാമ്മ. അവിടെയാണ് ബന്ധങ്ങൾ തകർന്നത്. ഇവിടെ സ്നേഹത്തിനൊരു മുൻഗണനാക്രമമുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ദൈവം ചേർത്ത് വെച്ചു കുടുംബ ബന്ധം. ദൈവം ഇത് സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. ദൈവമായ കർത്താവ് കുടുംബത്തെ സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികൾ നമ്മൾ വായിക്കുന്നു. ഒന്നാമത്തെ ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടി, ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഇതായിരുന്നു ആദ്യത്തെ ഉടമ്പടി വാക്ക്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അത് കേട്ടപാടെ ഒരു ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛ, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 5-6 മാസം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. പക്ഷെ അച്ഛ, 2 മക്കളായപ്പോൾ അത് ഞാൻ എൻ്റെ മട്ടു മാറി. ഇനി ഞങ്ങളുടെ പെരയ്ക്കകത്ത് അസ്ഥിയുടെ അസ്ഥി പോയിട്ട് ഗുസ്തിയുടെ ഗുസ്തിയാണ് നടക്കുക. പുരുഷനെയും സ്ത്രീയും ദൈവം ഒരുമിപ്പിച്ചു. ആ ഉടമ്പടി ബന്ധം ആരംഭിച്ചപ്പോഴാണ് ചിരിയും വർത്തമാനം പറച്ചിലും. ഈ ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് ആണുങ്ങൾക്കേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ചിരിയുടെ മുമ്പിലാണ് പുരുഷൻ്റെ മനപ്രയാസങ്ങൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകി പോവുക. എത്ര മനസ്സിന് ഭാരമുള്ള ഭർത്താവും വീട്ടിൽ കടന്നു വരുമ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ചോ അവന് മനപ്രയാസം ഇല്ലാതാവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറ്, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. സ്ത്രീകൾ ചിരിച്ചോ കുടുംബത്തിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളെ നേടാൻ പറ്റും. അതുകൊണ്ടാണ് ഒരിക്കലും ചിരിക്കാത്ത പുരുഷനും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് അതുവരെ ചിരിച്ചിട്ടില്ലെന്നാണ്. ഇപ്പോൾ ചിരിച്ച് നേടാം. 2, പെണ്ണുങ്ങൾക്ക് കരഞ്ഞോണ്ട് ഭർത്താവിനെ നേടാം. സ്ത്രീ കരഞ്ഞോ ആണുങ്ങൾ വീഴും. ഭാര്യ കരഞ്ഞോ ഭർത്താവ് ഉരുവും. കാമുകി കരഞ്ഞോ കാമുകൻ അലിയും. പെങ്ങള് കരഞ്ഞോ ആങ്ങള അയയും. മോള് കരഞ്ഞോ അപ്പൻ ഉരുവും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളകാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ് നല്ല കട്ടി എന്ന് വെപ്പ്. ഇപ്പോൾ ഉടമ്പടിയിലൂടെ ദൈവം ഒരു പുരുഷന് സ്ത്രീയെ കൊടുക്കുകയാണ്. ആദ്യ പുരുഷനും ആദ്യ സ്ത്രീയും തമ്മിൽ. ഇപ്പം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ 1ാമത്തെ ഉടമ്പടി വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ്, ഉൽപ്പത്തി 2:23. 2ാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 9-ലാണ്, ദൈവവും ജനനേതാവായ നോഹയും തമ്മിൽ. ഇനിമേൽ ജലപ്രളയത്തിലൂടെ ഭൂമുഖത്തെ നശിപ്പിക്കില്ലെന്ന് കാണിക്കുവാൻ ദൈവം വാനവിധാനത്തിൽ ചക്രവാള സീമയിൽ ഒരു മഴവില്ല് വിരിയിച്ചു. 2ാമത്തെ ഉടമ്പടി. 3ാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 12-ലാണ്, വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും ദൈവവും തമ്മിൽ. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇപ്പോൾ 3 ഉടമ്പടികൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. മനോഹരമായ 3 ഉടമ്പടികൾ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ബലത്തിൽ വരണമെങ്കിൽ അത് ആവർത്തിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ആവർത്തനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോട് പറയുകയാണ്, എൻ്റെ സഭയെ ആട്ടുംപറ്റത്തെ നീ മേയിക്കുക. 3 പ്രാവശ്യം പറഞ്ഞിട്ടാണ് പത്രോസിനെ യേശു ആ ദൗത്യം യോഹന്നാൻ 21-ൽ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് ക്രൈസ്തവ പാരമ്പര്യത്തിൽ 3 എന്ന അക്കത്തിന് വലിയ വിലയുണ്ട്. കാരണം സീനായി മല മോശ കയറിയതിൻ്റെ 3-ാം ദിവസമാണ് മോശയ്ക്ക് ദൈവപ്രമാണങ്ങൾ കിട്ടിത്തുടങ്ങിയത്. യവനാൻ നിവിയ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 3 നാളുകളിൽ കടന്നു. യോഹന്നാൻ 2-ൽ കാനായിലെ കല്യാണ സദ്യ 3-ാം ദിവസം നടക്കുന്നു. അതുകൊണ്ടാണ് എവിടെയെല്ലാം ക്രൈസ്തവ പാരമ്പര്യമുണ്ടോ അവിടെയൊക്കെ ലേലം വിളിക്കുമ്പം 3 പ്രാവശ്യം, 1 തരം, 2 തരം, 3 തരം, ഇങ്ങനെയാണ് ഉറപ്പീര്. കല്യാണം അങ്ങനെ ഏറ്റവും വലിയ ലേലം വിളിയിൽ 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് ഉറപ്പീര് നടന്നത്. ആദ്യം പെണ്ണ് കാണാൻ ചെന്നപ്പം പൊന്നുമോനെ പാപ്പച്ച
ലോകത്ത് ഒരുപാട് പെണ്ണുങ്ങളെ കാണും. അതിലൊക്കെ ഉപരി ഉണക്കപ്പാമ്പാട് പോലെ മെലിഞ്ഞിരിക്കുന്ന ഈ ഏലിയാമ്മയെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. ഏലിയാമ്മയെ ഒരുപാട് പുരുഷന്മാരെ കാണും. അതിലൊക്കെ ഉപരിയായിട്ട് കൊടക്കമ്പി പോലെ വളഞ്ഞിരിക്കുന്ന ഈ പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. ഒന്നുകൂടെ ചോദിച്ചു ഉറപ്പിച്ചു. മൂന്നാമത് കല്യാണത്തിന് നിന്ന് പൊന്നുമോനെ പാപ്പച്ച, അവസാനത്തെ കുടുക്കും കുരുക്കും ഇവിടെ പെടലിൽ ഇടാൻ പോവുകയാണ്. ഇന്ന് മുതൽ നീ പുത്തൻ ഐറ്റങ്ങൾ, പുതിയ വെറൈറ്റികൾ പലതിനെ കണ്ടു തുടങ്ങും. നീ കാണാൻ പോകുന്നത് നിസ്സാരപ്പെട്ട സാധനങ്ങളൊന്നുമല്ല. നീ കാണുന്നത് ഐശ്വര്യ റായ്, പ്രിയങ്ക ചോപ്ര, സുഷ്മിത സെൻ, മിസ് വെനിസില, സാനിയ മിർസ, പാർവതി ഓമനക്കുട്ടൻ, ഒത്തിരി എണ്ണത്തെ കാണും. അതിലൊക്കെ ഉപരി ഈ ഉണക്കപ്പാമ്പാടെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. മോളെ നീയും കാണും ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, മിനിമം തുണി കഷ്ടപ്പെട്ടെടുക്കുന്ന പരസ്യക്കാരാമ്പിള്ളാർ. അതിലൊക്കെ ഉപരി ഈ കൊടക്കമ്പി പാപ്പച്ചനെ നീ സ്നേഹിക്കുമോ? ഉപകർത്താവെ സ്നേഹിക്കും. അങ്ങനെ ഉറപ്പിച്ചു. ദൈവം കയ്യിലേക്ക് തന്നു ബന്ധം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നമ്മുടെയൊക്കെ നിങ്ങളുടെ ജനപ്രതിനിധിയായ അദ്ദേഹമൊക്കെ വരുന്ന സമയത്ത് ഞാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതാവായിരുന്നു. പലപ്പോഴും ചരൽക്കുന്ന് ക്യാമ്പിൽ ഒന്ന് പങ്കെടുത്തു പോയ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരവസരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ നേതാവായ KM ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ മൂവാറ്റുപുഴയിൽ പങ്കെടുക്കുമ്പോൾ 3 പേര് ആശംസാ പ്രസംഗം പറഞ്ഞു. ആദ്യം പ്രസംഗിച്ചത് EMS, രണ്ടാമത് പ്രസംഗിച്ചത് വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന MN ഗോവിന്ദൻ നായർ, മൂന്നാമത് പ്രസംഗിച്ചത് കേരളത്തിൻ്റെ മനസാക്ഷിയുടെ പര്യായമായ MP മൻമഥൻ സാറ്. EMS പറഞ്ഞ, മക്കളെ, വിവാഹം 2 പ്രത്യയശാസ്ത്രങ്ങളുടെ ഉരുമലാണ്. തീപ്പൊരി ചെതരാതിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. MN ഗോവിന്ദൻ നായർ ഒരു, മക്കളെ, വിവാഹം 2 പ്രത്യയശാസ്ത്രങ്ങളുടെ ഉരുമലാണ്. പൊട്ടിത്തെറിക്കാതിരിക്കാൻ നോക്കിയും കണ്ടും ജീവിക്കണം. MP മൻമഥൻ സാർ പറഞ്ഞ, മക്കളെ, നിങ്ങൾ ക്രൈസ്തവരാണ്, നിങ്ങൾക്ക് വിവാഹം ഒരു കൂദാശയാണ്. മകനെ, ഇന്നുവരെ നിൻ്റെ സഭ നിന്നെ പഠിപ്പിച്ചതും നിൻ്റെ മാതാപിതാക്കൾ നിന്നെ പഠിപ്പിച്ചതുമായ അദൃശ്യനായ മിശിഹായെ ഇന്നു മുതൽ ദൃശ്യയായ നിൻ്റെ ഭാര്യയിൽ നീ കാണുക. മകളെ, നിൻ്റെ മാതാപിതാക്കളും നിൻ്റെ സഭയും പഠിപ്പിച്ച അദൃശ്യനായ ക്രിസ്തുവിനെ ഇന്നു മുതൽ ദൃശ്യനായ നിൻ്റെ ഭർത്താവിൽ കാണുക. ഉടമ്പടിയുടെ മനോഹരമായ ഒരു കവതാശീയ രംഗത്തെയാണ് നമ്മളിവിടെ കണ്ടെത്തുക. അപ്പോൾ ഉടമ്പടികൾ സ്ഥാപിക്കാൻ പ്രായപൂർത്തിയാകണം. കൊച്ചു പിള്ളേർക്ക് ഉടമ്പടി സ്ഥാപിക്കാൻ പറ്റിയല്ലോ. 5 പഠിക്കുന്ന കുട്ടികളോട് സാറ് ചോദിച്ചു, മക്കളെ, ഇന്ത്യയെ നയിക്കുന്ന ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ വയസ്സ് എത്രയാകണം? ഒരുത്തൻ പറഞ്ഞു, സാർ, അതിന് 18 വയസ്സ്. ഒരു ഭാര്യയെ നയിക്കുന്ന ഭർത്താവാകാൻ എത്ര വയസ്സാകണം? അവൻ പറഞ്ഞു 21. ഇതിൽ നിന്നും എന്ത് പാഠമാണ് നീ പഠിച്ചത്? അവൻ പറഞ്ഞു, സാറേ, പഠിച്ച ഒരു പാഠം, ഒരു പെമ്പർനോത്തിയെ നയിക്കുന്നതിനേക്കാൾ എളുപ്പം ഇന്ത്യ രാജ്യത്തെ മൊത്തം നയിക്കുന്നതാണെന്ന് പിടികിട്ടി. കാരണം ഇന്ത്യയെ നയിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വയസ്സ് 18, ഭാര്യയെ നയിക്കുവാൻ വയസ്സ് 21. ഉടമ്പടി സ്ഥാപിക്കാൻ പ്രായപൂർത്തി വേണം. പക്ഷേ 10 വയസ്സുള്ള ആൺകുട്ടിക്ക് 8 വയസ്സുള്ള പെൺകുട്ടിയോട് പറയാൻ പറ്റുമോ 21-ാം വയസ്സ് തന്നെ ഞാൻ കെട്ടിക്കോളാം? ആ വാക്കിന് അർത്ഥമില്ല. പക്ഷെ ഇന്ന് പറ്റും. കാരണം ഇന്നത്തെ 10 വയസ്സുകാരൻ പഴയ 50കാരൻ്റെ പ്രകടനം കാഴ്ചവെക്കുന്ന കാലമാണ്, പഴയ കാലമാണ്. പണ്ട് 3-ൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട് ക്ലാസ്സിലെ ടീച്ചർ പറയുക, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചക്കേറ്റി ഇരുത്തും. എന്തൊരു ചമ്മലായിരുന്നു. ഇപ്പം വല്ല ചമ്മലും ഉണ്ടോ? ഈയിടെ 3-ൽ പഠിക്കുന്ന 8 വയസ്സുകാരനോട് ക്ലാസ് ടീച്ചറായ കന്യാശ്രീ അമ്മ പറഞ്ഞു, നീ ഇനി വർത്തമാനം പറഞ്ഞാൽ നിന്നെ പെണ്ണുങ്ങളുടെ ബെഞ്ചക്കേറ്റി ഇരുത്തും. അവൻ പറഞ്ഞു, പോ ടീച്ചറെ, ചുമ്മാ പറഞ്ഞ് കൊതിപ്പിക്കല്ലോ കേട്ടോ. ഇന്ന് ലോകം മാറി, ഇന്ന് രീതി മാറാൻ തുടങ്ങി. വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് അച്ഛൻ പട്ടം കിട്ടുക. വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുക. വിവാഹം ഇതുപോലെ ഉദാശയാണ്. എത്ര ഒരുക്കമുണ്ട്, ശ്രദ്ധയുണ്ടെന്നുള്ളതാണ്. ഇന്ന് വിവാഹം ആശീർവദിക്കാൻ അച്ഛൻ തന്നെ ഇല്ലെങ്കിലും പ്രശ്നമില്ല. പോത്തിനെ കൊല്ലാൻ ഒരു കശാപ്പുകാരൻ, പൊറോട്ട അടിക്കാൻ ഒരു കുശിനിക്കാരൻ, പെയിൻ്റ് അടിച്ച പെണ്ണിൻ്റെ ഭൂമിയിലെ ഷേപ്പ് മൊത്തം മാറ്റാനായിട്ട് ഒരു ബ്യൂട്ടി പാർലറുകാരി, അനങ്ങാത്ത പടം പിടിക്കുന്ന ക്യാമറക്കാരൻ, ആടുന്ന പടം പിടിക്കുന്ന വീഡിയോക്കാരൻ, ഇത്രയും പേരുണ്ടെങ്കിൽ ഇന്ന് കല്യാണം നടക്കും. ഈയിടെ ഞാൻ നമ്മുടെ സഭയിൽ ഒരു ചെറുപ്പക്കാരനെ കെട്ടിക്കുകയായിരുന്നു. ഇപ്പോൾ അവനും അവളും കെലികല വിറയ്ക്കുക. അപ്പം സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ വിഭാഗത്തിൽ ഒരു പ്രതിജ്ഞ എടുപ്പിയിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും വിറച്ചപ്പം ഞാൻ പറഞ്ഞു, മക്കളെ, വലതുകരം ബൈബിളെ വെച്ച് അമക്കി പിടിച്ച് കുനിഞ്ഞു നിന്നു, വിറ അറിയാതിരിക്കാൻ. ഞാൻ ചൊല്ലി തരുന്ന ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചൊല്ലിക്കൊടുത്തു, ഇന്നു മുതൽ മരണം വരെ, സന്തോഷത്തിൽ, ദുഃഖത്തിൽ. കുറേ കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ വലത്തെ തോളൽ വല്ലാത്തൊരു ഭാരം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം വീഡിയോക്കാരൻ അവനെ ക്യാമറ തന്നാതിരിക്കാൻ അച്ഛൻ്റെ തോളെ താങ്ങി വെച്ചിട്ട് ഇത് ഒപ്പിയെടുക്കുക.
അപ്പം വിവാഹമൊക്കെ ഇന്ന് കമ്പോളമായിട്ട് മാറുമ്പോൾ ദൈവം ചേർത്ത് തന്ന വിവാഹത്തിൻ്റെ അന്തസ്സ്, അതിൻ്റെ വിശുദ്ധിയിലും അതിൻ്റെ നന്മയിലുമായിരിക്കാൻ ദൈവം വിളിക്കുന്നു ഉടമ്പടിയുടെ ഒരു ബന്ധം വഴി. ഉടമ്പടിയുടെ ബന്ധം വഴി നമുക്കറിയാം, കുടുംബജീവിതം അത്ര എളുപ്പമല്ല. ഞങ്ങൾ വിവാഹം കഴിക്കാത്ത അച്ഛന്മാരാണ്. എന്നോട് വല്ലതും പറയും, ഓ അച്ഛൻ എന്തൊരു ഭാഗ്യവാനാ, ചെല്ലുന്നിടം പിയോ, കിട്ടുന്നത് തിന്നുക, തോന്നുമ്പോൾ ഉറങ്ങുക, വേറെ ഒരു ശല്യമില്ലല്ലോ. ചിലപ്പോൾ അച്ഛനായി എനിക്ക് തോന്നും പെണ്ണ് കെട്ടിയാൽ മതിയായിരുന്നു, തുണി അലക്കി കിട്ടിയാനും കാപ്പിപ്പൊടി ഇളക്കി കിട്ടിയാനും പഞ്ചാര ചേർത്ത് കിട്ടിയാനും. എല്ലാവർക്കും തോന്നും അക്കരപ്പച്ച. എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ പ്രശ്നം, എല്ലായിടത്തും ഉണ്ട്. വിവാഹം കഴിച്ചവർക്ക് അവരുടെ പ്രശ്നം, കഴിക്കാത്തവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒരു തിരുമേനി സ്വന്തം രൂപതയിലെ 15,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞ് 25 വർഷം ജീവിച്ചിട്ട് പിണങ്ങാത്ത വഴക്കടിക്കാത്ത ദമ്പതിമാരുണ്ടോ? തപ്പി ചെന്നപ്പം 2 കൊച്ചു തെറിയലും വിളിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ചെന്നപ്പം കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിച്ച ഒരു മാതൃകാ ഭർത്താവിനെയും ഭാര്യയും കണ്ടു. തിരുമേനി അവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും കൊടുക്കാൻ കൽപ്പനയിട്ടു. രൂപതയുടെ വലിയ സമ്മേളനത്തിൽ 2000-ഓളം ആൾക്കാർ ഒരുമിച്ച് കൂടിയപ്പോൾ ഇവരെ സ്റ്റേജിലിരുത്തിയിട്ട് പറഞ്ഞു, 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് 5,000 രൂപയും പ്രശംസാപത്രവും കൊടുക്കുന്നു. അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. കഴിഞ്ഞ 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാവോ? എല്ലാവരും അങ്ങ് ഇരുന്നു. കുടുംബനാഥൻ എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവളും ഞാനും കൂടെ തട്ടി മുട്ടി ഒട്ടി ഒരുമി കട്ടിൽ ഇരുന്നപ്പം എടുത്ത പ്രതിജ്ഞയാണ് 27 വർഷങ്ങളിൽ പിണങ്ങാതെ വഴക്കടിക്കാതെ കലഹിക്കാതെ ജീവിക്കാൻ ശക്തി ലഭിച്ചത്. ഞാൻ ഇവളോട് പറയടി, എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും പുളിച്ചതറി വിളിക്കാൻ തോന്നുകയും അടിവേരെ നോക്കി ഒരു ചവിട്ട് തരാൻ തോന്നുകയും ചെയ്താൽ വാതിൽ തുറന്ന് വരാന്തയിൽ ഇറങ്ങി നിൽക്കും. നീ ഭദ്രമായിട്ട് കൊളുത്തിട്ട് സാക്ഷായിട്ട് മുറുക്കി പൂട്ടിയേക്കണം. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടുമോ ഡോറെ മുട്ടും വാതിലെ തട്ടും, അപ്പം നീ തുറക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 27 വർഷങ്ങളിൽ ഞങ്ങളിത് പാലിച്ചു. തെറിവിളിക്കാനും ചവിട്ടാനും തൊടിക്കാനും തോന്നിയപ്പോൾ ഞാൻ വരാന്തയിൽ ഇറങ്ങി നിന്നു. അവൾ മുറി പൂട്ടിയിട്ടു. എന്തിനു വേണ്ടിയാണ് 5,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിൻ്റെ വരാന്തയിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അവാർഡാണ് 5,000 രൂപയും പ്രശംസാപത്രവും. ഇപ്പം എവിടെ ചെന്നാലും ഉണ്ട് കൊച്ചു പ്രശ്നങ്ങൾ. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നിടത്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം. ദൈവമായ കർത്താവ് നമുക്കറിയാം, ദൈവം പുരുഷനെയും സൃഷ്ടിച്ച് അതിനുശേഷം സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അവൻ്റെ ഏകാന്തത മാറ്റുവാൻ വേണ്ടി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. എല്ലാം നല്ലത് എന്ന് പറഞ്ഞ തമ്പുരാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ചേർന്ന് ഇണയായിട്ട് ഹവ്വായെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അതാണ് വിവാഹത്തിൻ്റെ ബലമെന്നൊക്കെ പറയുക. വിട്ടേച്ച് പോകുന്ന ഏക ജീവിതാന്തസ്സാണ് വിവാഹം. ഞങ്ങളും 2 മക്കളാണ് വീട്ടിൽ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 10:30 ആകുമ്പോൾ അമ്മ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ കാൽക്കൽ ഒരു കസേര ഇട്ട് വന്നിരിക്കും. എന്നിട്ട് പറയും, മോനെ, ആമ്പിള്ളാർ പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ മാറ്റം വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇനി എന്തിനാ പറയുന്നത്? മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി, എന്തൊരു മാറ്റം. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു മുഴുത്ത അയല മേടിച്ചിട്ട് തലമുറി അവന്, നടുമുറി അവക്ക്, എനിക്കൊരു മെലിഞ്ഞ വാല്, ഇത്രയും മാറിപ്പോയല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഞാൻ ഉറങ്ങി, മോൻ ഉറങ്ങിയെങ്കിൽ ഞാനിപ്പം പോകോളാം, ബാക്കി നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞു അമ്മ എഴുന്നേറ്റ് പോകും. ഈ വിട്ടേച്ച് പോന്നതുകൊണ്ടാണ് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. ഏത് പട്ടാളക്കാരനാണേലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ, താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്കപ്പുറം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി വിറച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതിയിൽ കട്ടിയില്ലാത്ത ചീപ്പ് നൂലിൽ കെട്ടുതാലി ഓർത്ത് ഇവിടെ പെടലിൽ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേക്കൂടെ പറക്കണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി എന്നെ കാണാൻ വേണ്ടി ദേറായിൽ വന്നു. ഒരു ചെറിയ കേക്കുമായിട്ട് ഞാൻ മുറിക്കകത്ത് കയറ്റി കേക്ക് ആശീർവദിച്ച് മുറിച്ച്
2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു, തമ്മിൽ മുടുത്ത കഷ്ണം ഞാനും എടുത്തു, ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങിപ്പോകുമ്പം ഇവൻ്റെ തോളെ തട്ടി ഞാൻ പറഞ്ഞു, പേടിത്തൊണ്ട കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്, സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേ കൂടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ പറഞ്ഞു, ആഹാ അച്ഛ അത് വിറയാണെന്നാണ് അച്ഛനോർത്ത്. ഞാൻ പറഞ്ഞു, കൈ കിടന്ന് തുള്ളുന്ന വിറയല്ലാതെ വേറെ വല്ലതുമാണ്. അവൻ്റെ പൊന്നച്ഛ വിറച്ചതല്ല, സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളെയാണോ അച്ഛാ, വിറച്ചതല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു ജീവിതാന്തസ്. അപ്പം ആ ജീവിതാന്തസ്സിലേക്ക് ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ചേർത്ത് വെച്ചു. ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ ദൈവം ചേർത്ത് വെച്ച പരമപരിശുദ്ധമായ ക്രൈസ്തവ ദാമ്പത്യ ജീവിതം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഒരു വീട് പണിയുമ്പോൾ അതിന് കല്ലിടും. അതുപോലെ കുടുംബം എന്ന് പറയുന്ന വീട് പണിയുമ്പോൾ അതിന് അടിസ്ഥാനപരമായ കല്ലുകൾ ഇട്ടിട്ട് പോകണം. അതുകൊണ്ടാണ് പറയുക, കുടുംബജീവിതത്തെ ബലപ്പെടുത്തുന്ന 5 മൂലക്കല്ലുകളെ നമ്മൾ ചിന്തിക്കുന്നു. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. കുടുംബത്തെ ബലപ്പെടുത്തുന്ന 5 അടിസ്ഥാന മൂലക്കല്ലുകൾ: 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുപ്പ്. എല്ലാ ജീവിതാന്തസ്സിലും അറിവ് വേണം. അച്ഛന്മാർ കാലാനുസൃതം വായിക്കും, കാലത്തിനൊത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അധ്യാപകർ, അഡ്വക്കേറ്റ്സ്, ജേർണലിസ്റ്റ്, എന്താണോ ജീവിതത്തിൻ്റെ പ്രൊഫഷൻ അതുമായി ബന്ധപ്പെട്ട് വായിക്കണം, വായിച്ച് അറിയണം, വളരണം. കുടുംബജീവിതത്തിലും ഇത് പ്രധാനപ്പെട്ടതാണ്. കുടുംബവിജ്ഞാന സെമിനാറുകൾ, ദമ്പതി ധ്യാനങ്ങൾ, വാരാന്ത്യ പതിപ്പിൽ ഈടുറ്റ ലേഖനങ്ങൾ, കുടുംബത്തിൽ ഊന്നൽ കൊടുക്കുന്ന വാരികകളുടെ ലേഖനങ്ങൾ ഒക്കെ നമ്മൾ വായിക്കണം. അത് ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. കുടുംബ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് താല്പര്യമാണ്. 2011 ആണ്ട് ഈസ്റ്ററിലൊക്കെ വനിത എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുള്ള മനോരമയുടെ ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചതിന് ശേഷം SNDPക്കാർ, വെള്ളാപ്പള്ളി നടേശനൊക്കെയുള്ള SNDP, അവർ അടിമാലിയിൽ അവരുടെ കോളേജിൽ 3 ദിവസം എന്നെ വിളിച്ച് ക്ലാസ് പഠിപ്പിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം മാനേജ്മെൻറ്റ് 400 മുസ്ലിം യുവതികൾക്ക് വേണ്ടി ക്ലാസ് പഠിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ജാതിയോ മതമോ ഒന്നുമല്ല, ഈ അറിവുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പം ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുക, കുടുംബത്തിനുള്ള ഊന്നൽ. ഇപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് കഴിഞ്ഞ ജനുവരി 1 മനോരമ എൻ്റെ ഒരു പുസ്തകം ഇറക്കി. ഈ വർഷത്തെ മനോരമയുടെ ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയ ഇണയും തുണയും എന്നുള്ള കുടുംബത്തിൻ്റെ പുസ്തകം. ഇപ്പം നിങ്ങൾ വനിത വായിക്കുന്നവരുടെ കാണും, ഒരു പേര് എൻ്റേതാണ്, ചിരിവീടുകൾ എന്ന പേരിൽ. അപ്പോൾ അവർ പറയുന്നു അതിനുശേഷമുള്ള ജനത്തിൻ്റെ പ്രതികരണം. കാരണം കുടുംബ ബന്ധങ്ങളെ അറിയുവാനുള്ള മനുഷ്യൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട് ഇന്നിവിടെ. അവിടെയാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഓർക്കണം, എൻ്റെ ഭാര്യ ഒരു സ്ത്രീയാണ്, ആണല്ല. ചില ആണുങ്ങളുടെ ഓർമ്മ, എൻ്റെ ഭാര്യ എന്നെപ്പോലെ തന്നെ പ്രതികരിക്കണം. ചില പെണ്ണുങ്ങളുടെ ഓർമ്മ, എൻ്റെ കെട്ടിയവൻ പെണ്ണാണ്, എന്നെപ്പോലെ കരയണം, പിഴിയണം, ചീറ്റണം, ചിരിക്കണം. വ്യത്യാസമുണ്ട് ഭർത്താവും ഭാര്യയും. വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ. ഒന്നാമത്തെ വ്യത്യാസം, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിൻ്റെ ലോകം എന്നും ഒരു വലിയ ലോകമാണ്. അവർ ഒന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നിച്ചിരിക്കുന്നവർ 2 പേരിലുള്ള വ്യത്യസ്തതകളെ പഠിക്കണം. ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം. അവൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിയും പുല്ലാടും എലന്തൂരും റാന്നിയും പത്തനംതിട്ടയും ഒരു വലിയ ലോകത്താണ് അവൻ്റെ നടപ്പ്. അവൻ വീട്ടിൽ വരുന്നത് തന്നെ ഇനി എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് യാത്ര പറയാൻ വേണ്ടിയാണ് വരിക. ഭയങ്കര തിരക്കാണ്. അങ്ങനെ തിരക്കിട്ട് ഓടുമ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. ഒബാമ ഇറാനെ ചൊറിയാൻ സാധ്യതയുള്ളൂ. അവിടെ അമേരിക്ക ഇനി എണ്ണ കട്ടുകൊണ്ട് പോകും. ചൈനക്കാർ 2017 1 കിലോ ഷീറ്റ് 100 രൂപയ്ക്ക് ഇറക്കിയാൽ നമ്മുടെ ഷീറ്റിൻ്റെ വില എന്താകും? അന്താരാഷ്ട്ര കാര്യങ്ങൾ. ഈ അന്താരാഷ്ട്ര കാര്യങ്ങൾ തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ഭർത്താവ് വാതുക്ക വരുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് ഭാര്യ വാതുക്കൽ പതയ്ക്കാൻ സോപ്പ്, കഴുകാൻ വെള്ളം, തുടയ്ക്കാൻ കുണി, കുടിക്കാൻ ചൂടുചായയായിട്ട് കാത്തു നിൽക്കുന്ന ഭാര്യയാണ്. ഭാര്യ അന്താരാഷ്ട്ര താരമൊന്നുമല്ല. അവിടെ ലോകം കൊച്ചു ലോകം. ഒബാമയോ എണ്ണയോ ഇറാനോ ഷീറ്റൊന്നും അവളെ ബാധിക്കുന്നില്ല. അവളുടെ മനസ്സിലെ ഓർമ്മ, തവിക്കണ ഒടിഞ്ഞു പോയാലോ, ടാപ്പിന് ലീക്കുണ്ടല്ലോ, ബെഡ്ഷീറ്റ് കീറിപ്പോയാലോ, കോഴിക്ക് പൊരുന്നയുണ്ടോ, കൊച്ചിന് പനിയുണ്ടോ, പശുവിന് ചനയുണ്ടോ, ഓരോ കൊച്ചു ലോകമാണ്. ഈ കൊച്ചു ലോകത്തിലെ ഭാര്യയ്ക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആരെ പറഞ്ഞു കേൾപ്പിക്കണം? കെട്ടിയവനെ പറഞ്ഞു കേൾപ്പിക്കണം. അപ്പോൾ കെട്ടിയവനെ വേറെ ആരുണ്ട് കേൾക്കാൻ?
അയൽവക്കത്തെ എന്നോട് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ആണുങ്ങളും സമ്മതിക്കുമോ? അതുകൊണ്ട് ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും. സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിനെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് വർത്തമാനം പറയരുത്. കുളിച്ച് തോർത്തി തണുത്ത് മര്യാദയ്ക്കിരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ? ചില ആണുങ്ങൾക്ക് എന്തൊരു തിരക്കാണ്, വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചുകൊണ്ടാണ്. വലത് കയ്യിൽ BSNL ഫോൺ, ഇടത് കയ്യിൽ റിലയൻസ് ഫോൺ. ആഹാ ഓഹോ ആഹാ. നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരിൽ നിന്ന് പുറകോട്ട് പോകും. ആ രീതിയില്ല. പിന്നെ അവൾ ഈ സോഫായിൽ വെട്ടിയിട്ട കൂടച്ചക്ക പോലെ മലന്നൊരൊറ്റ കിടപ്പ്. ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല, ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല, മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് എവിടെ? ഒരുത്തൻ പറഞ്ഞു ബൈബിളിലാണ്, ഒരുത്തൻ പറഞ്ഞു കുരിശയിലാണ്, ഒരുത്തൻ പറഞ്ഞു പ്രാർത്ഥനാമുറിയിലാണ്. ഒരു കുട്ടി പറഞ്ഞു അവിടെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിൻ്റെ അകത്താണ്, ബാത്റൂമിലെ ദൈവം. അതല്ലാടാ. എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ്ക്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം 6 മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം. 6:30 ആകുമ്പോൾ എന്നും മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ഇപ്പം സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ. ഇപ്പം പരസ്പരം മനസ്സിലാക്കുക, ഭർത്താവിനെ ഭാര്യ, ഭാര്യയെ ഭർത്താവ്. ചെറിയ ലോകം വലിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം, പെണ്ണുങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുമ്പോൾ ആണുങ്ങൾ ഒറ്റ വാക്കിൽ ചുരുക്കുന്നവരാണ്. അത് മനഃശാസ്ത്രമാണ്. ആണുങ്ങൾക്കെല്ലാം ഒറ്റ വാക്കി ചുരുക്കണം. അതെ അതെ, അല്ല അല്ല, ഇത്രയേ ഉള്ളൂ, ഒറ്റ വാക്കി ചുരുക്കും. ഭാര്യയ്ക്കിതിൽ ഉപന്യാസം പോലെ ലേഖനം പോലെ വിശദീകരിച്ച് കേൾക്കണം. ഭർത്താവ് എന്ന് പറയടി മാത്തുക്കുട്ടിയുടെ ഭാര്യ ഗർഭിണിയാന്ന് പറയുന്നത് കേട്ടു. അയ്യോ ചേട്ടാ എന്നതാ കൊച്ച്, എന്നാ പ്രസവം എന്നറിയാമോ, ഏതിലോട്ടാണ് കാണിക്കുന്നത്, ഏതാശത്തിലാണ് പോകുന്നത്. ഇവർക്ക് ഇത് ലേഖനം പോലെയാണ്. ആണുങ്ങൾക്ക് ചുരുക്കത്തിൽ. ചില ആണുങ്ങളുണ്ട് വർത്തമാനം പറയുപോലുമില്ല. ചില ആണുങ്ങൾ വർത്തമാനം പറയുന്നത് കേട്ടാൽ പഴയകാല വെല്ലുമിച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പം ഇത്രയേ ഉള്ളൂ ആകപ്പാട്. ചില പുരുഷന്മാർ ഭാര്യ പിണങ്ങിയിരുന്നാലും അതറിയാത്തവന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ 3 ആഴ്ച കെട്ടിയവനോട് പിണങ്ങിയിരുന്നു, ഭർത്താവ് അറിയുന്നേ ഇല്ല. അവസാനം ഭാര്യ തന്നെ മടുത്തിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ 3 ആഴ്ച പിണങ്ങിയിരുന്നിട്ടും തനിക്കൊന്നും തോന്നുന്നില്ലേ? ആ നീ പിണങ്ങിയിരിക്കായിരുന്നോടി, ഞാനത് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതൊരു വ്യത്യാസമാണ്, 2 ലോകങ്ങളുടെ വ്യത്യാസം. മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല, ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയില്ല. കാരണം ആണുങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും. പക്ഷെ അവസരം വരുമ്പോൾ ചാരം മൂടിയ തീക്കട്ട പോലെ, ചാരം പറക്കുമ്പോൾ തീക്കട്ട തിളങ്ങുന്നത് പോലെ പിന്നെയും ഇങ്ങോട്ട് തേടി വരും, ക്ഷമിക്കുകയില്ല. പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇങ്ങനെ പറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല. ഭർത്താവ് 2009 കുടി നിർത്തിയതാണ്, 5 വർഷമായി കുഴപ്പമൊന്നുമില്ല. എങ്കിലും 2014 നവംബർ 30 പറയും, ഓ തന്നെ 2008 മുടിഞ്ഞ കുടി, അല്ലെ കുറേ കൂടെ കാശ് ഇവിടെ കാണാനായിരുന്നു. ഓരോ ആവശ്യമില്ലാത്ത ചൊറിഞ്ഞ വർത്താനം പറയുക. ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നു. ഭാര്യയോട് പറയും, ഈ മേരിക്കുട്ടി സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ കാണണം, തക്കാളിപ്പഴത്തിൻ്റെ നിറവാണ്, പാദം മുട്ടി മുടി, പക്ഷേ മുഖത്ത് കുറ്റിമീശയാണ്, നോക്കുമ്പോൾ ഏതാണ്ട് പോലിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുമ്പോൾ മീശയോട് അവൾ അവിടെ മീശ കൊണ്ട് അവിടെ വഴിക്ക് പോകേണ്ട മനുഷ്യ, തനിക്ക് എന്താ കാര്യം? അങ്ങ് പറഞ്ഞില്ല, അങ്ങ് തീർന്നു. വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി, കാലചക്രം ഉരുണ്ടുകൊണ്ടിരുന്നു. 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇതേ മാത്യു സാറ് മോട്ടോർ ബൈക്കിൽ വൈകിട്ട് 7:30 വീട്ടിലോട്ട് വരുന്നു. അത് കറണ്ട് കട്ടിൻ്റെ ദിവസമായിരുന്നു. ഇദ്ദേഹം ഇരുട്ടത്ത് ഗേറ്റ് കടന്ന് വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട്. അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു, ഇടത് കേട്ട് തൊലി പോയി. ഇയാൾ അരിശത്തോടെ വീട്ടിൽ ചെന്നു, റെഡി നീ എന്നാലും വെമ്പർ നോക്കിയാ, ഇരുട്ടല്ലേ, ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചെന്ന് പറയേണ്ടായിരുന്നു, എൻ്റെ കയ്യെങ്ങാനും ഒടിഞ്ഞു പോയാലും ഞാനിത് കണ്ടുപിടി. ഉടനെ ഇവിടെ മനോട് പിന്നെ വലിയ കാര്യമായി. ശൈലജ ടീച്ചറിൻ്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. ഇതാണ് മനസ്സിൽ കിടക്കും, ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 4ാമത് ഒരു വലിയ വ്യത്യാസം, അടുത്ത വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആണുങ്ങൾ ഒരു സമയം ഒന്നിൽ ശ്രദ്ധിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഒത്തിരി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ആണുങ്ങൾ TV കാണുമ്പം അവൻ TV ന്യൂസ്, അവൻ്റെ ഇരിപ്പ് കണ്ടാത്തൊന്നും ഇതിനകത്തൊന്നും നിർണായകമായ പങ്ക് അവനുണ്ട്. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. പത്രം വായിക്കുമ്പം പത്രം, പിന്നെ ആ സമയത്ത് ഇഷ്ടമില്ല ആണുങ്ങൾക്ക് വർത്തമാനം പറയുന്നത്.
TV കാണുമ്പം ചുമ്മാ പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ പറയലും ആണുങ്ങൾക്ക് അരോചകമാണ്. അതുപോലെ പത്രം വായിക്കുക ഗുണഗുണമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെന്ന് നിൽക്കും, ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. ഗൗരവത്തോടെ വാർത്ത കാണുമ്പോഴാണ് മണ്ണെണ്ണ തീർന്നു കേട്ടോ, ഗ്യാസിൻ്റെ കാര്യം എങ്ങനെ, ടെലിഫോൺ പോലെ എടുത്തിട്ടുണ്ടോ, അതൊക്കെ എടുക്കും, അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി, ഈ സമയത്ത് പറയരുത്. ഇത് മനസ്സിലാക്കിയില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലാൻ തുടങ്ങും, ഭാര്യ ഭർത്താവിന് സ്നേഹമില്ലെന്ന് അവൾ കരുതാനും തുടങ്ങും. അടുത്ത വ്യത്യാസമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം വൃത്തിയായി ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യും, അല്പം വൃത്തിക്കുറവുണ്ടാവും. ആണുങ്ങൾ ആദ്യം വാഴ, പിന്നെ വഴുതന, പിന്നെ കാന്താരിത്തൈ, പിന്നെ പയർ, ഓരോന്നോരോന്ന്. അത് ആണുങ്ങളുടെ പ്രത്യേകത. സ്ത്രീയോ ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിനെ മുലയൂട്ടും, അരിയാട്ടും, ഇങ്ങനെ ടെലിഫോൺ എടുക്കും, കോളിമ്പല് നോക്കാൻ പോകും, പുതപ്പ് കുടഞ്ഞു വിരിക്കും, ഒത്തിരി കാര്യം ചെയ്യും. ആണുങ്ങൾ ചെയ്യുന്നത് പോലെ സാവധാനത്തിൽ പെണ്ണുങ്ങളും ജോലി ചെയ്താൽ കുടുംബത്തിലൊന്നും നടക്കുകയില്ല. സ്ത്രീ ഇതുപോലെ ചെയ്താലേ ഒരു കുടുംബം ഒലയാതെ പോകൂ. കൊച്ചു കുഞ്ഞുങ്ങളോട് സാറ് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കുട്ടി പറഞ്ഞു ഐപാഡ്, ഒരുത്തൻ പറഞ്ഞു ടാബ്ലറ്റ്, ഒരുത്തൻ പറഞ്ഞു കമ്പ്യൂട്ടർ, ഒരുത്തൻ പറഞ്ഞു ലാപ്ടോപ്പ്. ഒരു കൊച്ചു പറഞ്ഞേ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. അതന്നെ എൻ്റെ സാറേ, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയാമോ? വെളുപ്പിനെ എന്നെ കുലുക്കി വിളിക്കാൻ 2 കൈ, തലയിലെണ്ണ തൂത്ത് തരാൻ കൈ, വെള്ളം തലയിൽ താടാതെ തോർത്തി തരാൻ കൈ, ഷർട്ടിൻ്റെ പണ്ട് ഇട്ട് തരാൻ കൈ, ചോറും പൊതി കെട്ടിത്തരാൻ കൈ, രാത്രിയിൽ തലേന പോലെ മടക്കി വെച്ച് തരാൻ കൈ. എൻ്റെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കാര്യം ഓർത്തോണം, സ്ത്രീ ഒരുപാട് കാര്യം ചെയ്യുമ്പം അല്പം കുറ്റങ്ങളും കുറവുകളും വരുമ്പം അന്തസ്സുള്ള പുരുഷന്മാർ അതിനെക്കുറിച്ച് മിണ്ടരുത്, കമൻറ്റ് പറയരുത്. ചില ആണുങ്ങൾക്കൊരു തോന്നലുണ്ട്, ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ ഞാൻ പുരുഷനാവൂ, ഭർത്താവൂ. ആ ചിന്തയുള്ളവരുണ്ട്. എൻ്റെ അപ്പന് എൻ്റെ അമ്മയെ വലിയ കാര്യമായിരുന്നു. അമ്മ എന്നാ ഉണ്ടാക്കിയാൽ അപ്പൻ ഒരു കുറ്റം പറയും, അത് അപ്പൻ്റെ പ്രത്യേകത. സ്നേഹക്കുറവുകൊണ്ടല്ല, രീതിയാണ്. കറി ഒലത്തിയാൽ പറയും എന്നാ ഒലത്താടി, കരിവേപ്പില കമന്ന് കിടക്കുന്നു, സവോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുത്തി നിൽക്കുന്നു, ഇതാണ് ഒലത്ത്. അമ്മ മരിച്ചിട്ട് വർഷം 20 കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നാലും ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മോനെ എന്നാക്കെ പറഞ്ഞാലും മോൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂട്ടാമെന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കങ്ങം പിടിച്ച ചൊവയ. എന്നാക്കെ പറഞ്ഞാലും എൻ്റെ അച്ചാമ്മയുടെ ഒലത്തായിരുന്നു ഒലത്ത്. ഇതെന്നാ ഒരു ഒലത്താ, എപ്പോഴാണ് പിടികിട്ടിയത്? മരിച്ച 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒലത്തുന്ന സ്നേഹം സാവധാനം തികട്ടി വരിക. അപ്പം ഇവിടെയാണ് പറയുക, മനസ്സിലാക്കുക, നല്ലത് പറയുക, അംഗീകരിക്കുക. വീണ്ടും ഒരു വലിയ വ്യത്യാസം, പുരുഷൻ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമുണ്ട്, സ്ത്രീ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അരിശം വരും. ഭർത്താവ് ഒരു വാഴ വെച്ചാൽ 10-ാം മാസം 150 കായുള്ള നേന്ത്രക്കൊല പൊക്കിപ്പിടിച്ച് ഭാര്യയും മക്കളെയും നോക്കി പറയാം, എൻ്റെ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളിലാക്കി മെനഞ്ഞെടുത്ത വാഴക്കൊല, നിങ്ങളിത് ഉരിഞ്ഞു ഭക്ഷിക്കുവിൻ എന്നും പറഞ്ഞ് ആ വാഴക്കൊല പൊക്കിപ്പിടിക്കാം. ഭർത്താവ് ഇവിടുന്ന് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പോയിട്ട് വരുമ്പം ഭർത്താവിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 34 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നു, രേഖയായിട്ട് ബസ്സിൻ്റെ ടിക്കറ്റ്. അതേസമയം അവൻ്റെ ഭാര്യ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. അവൾ യാത്ര ചെയ്തത് തിരുവല്ല കോഴഞ്ചേരി അല്ലെ കോഴഞ്ചേരി റാന്നി റൂട്ടിലല്ല. അവൾ യാത്ര ചെയ്തതിന് ടിക്കറ്റ് എഴുതാൻ അയൽപക്കത്തെങ്ങും കണ്ടക്ടർമാർ ഇല്ലാതെ പോയി. അവൾ യാത്ര ചെയ്ത റൂട്ട് അടുക്കള പന്നിവേലി, പന്നിവേലി കോഴിക്കോട്, കോഴിക്കോട് ആട്ടുംകൂട്, ആട്ടുംകൂട് തെങ്ങുംമൂട്, തെങ്ങുംമൂട് റബ്ബറിൻചോട്. ഇങ്ങനെ നടക്കുക. വെട്ടം വീണ പാതിരാത്രി വരെ നീളുന്ന പണി. ആർക്കെങ്കിലും രോഗമാണോ, രാത്രി കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല. അവസാനം ചൂണ്ടിക്കാണിക്കാതെ കുറേ ഒഴിഞ്ഞ ചട്ടിയും തവിയും കലവും മാത്രം. അവിടെ ആണുങ്ങൾ നല്ല വാക്ക് പറയണം. ഭാര്യ എന്തെങ്കിലും ചെയ്യുമ്പം നല്ല വാക്ക് പറയണം. ഭാര്യ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ, എൻ്റെ എടി നീ ഇല്ലാത്ത വീട് ഒരു മോർച്ചറി പോലെ, നീ വന്നപ്പോഴാണ് അനക്കം വന്നത്. ചെല്ലു നേരെ ക്രൂരതയോടെ പറയും, നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതിയിൽ സംസാരിക്കരുത്, നല്ല വാക്ക് പറയണം. ഭാര്യ 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു, ചില്ലുഭരണിയിൽ മുഴുത്ത സ്പൂണ് വിട്ട് കൊടുത്തു, കഴിക്കുക മനുഷ്യ. എന്നാടിയത്? കണ്ണിമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാർ കയ്യിലോട്ട് കോരി ഒഴിച്ചു, മാങ്ങ കടിച്ചു തിന്നു, അരപ്പും നീട്ടി നോക്കി. ഇതാണോടി ഈ കണ്ണിമാങ്ങ അച്ചാർ? ആട്ടും കാഷ്ടം അരപ്പ് വീണ പോലെ ഉണ്ടല്ലോ. എടി അച്ചാറെന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അമ്മിണിയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇത്രയും പറഞ്ഞോ, ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ഭാര്യ 1-ാം തരം പോത്തിറച്ചി ഒലത്തി നികന്ന പാത്രത്തിൽ നിരത്തി വിളമ്പി തന്നൊരു ദേ ഞാനെഴുതിയ പോത്തിറച്ചിയാകട്ടോ, അമ്മിണിയുടെ ഒലത്ത് പോലെ ഒത്തോന്ന് അറിയത്തില്ല, വേണേൽ KTH പോകാൻ പറയും. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുക.
അപ്പം മനസ്സിലാക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വിളിക്കുന്ന വാക്ക് വിജ്ഞാനം, അടിസ്ഥാനപരമായി വിജ്ഞാനം. അപ്പം വിജ്ഞാനം. 2 വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ, ഒരു പുരുഷന് ഒരു ഭാര്യയെ പാടുള്ളൂ. ഇന്ന് കോഴഞ്ചേരി പ്രദേശത്ത് പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതം ഉണ്ടെന്നാണ് തിരുവല്ലായിലും മറ്റും പറയുക. ഇവിടുത്തെ പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാരുണ്ടെന്ന് റാന്നി ഭാഗത്തും ഒരു സംസാര വിഷയമുണ്ട്. എന്തായത്? പാവനയിലെ ജീവിത പങ്കാളിയും ദൈവം തന്ന പങ്കാളിയും, അതാണ് 2 എണ്ണം. പാവനയിലൊന്ന്, ദൈവം തന്ന മറ്റൊന്ന്. പുരുഷന് കല്യാണത്തിന് മുമ്പ് ആഗ്രഹം, ഞാൻ കെട്ടുന്ന പെണ്ണിന് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിവ് കാണും. പക്ഷെ ദൈവം തമ്പുരാൻ തന്നത് ചമ്മന്തി ഇടിക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരെണ്ണം. കിട്ടിയതിനെ സ്വീകരിക്കണം, ഭാവനയിലുള്ളതിനെ ഉപേക്ഷിക്കണം. പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനാകണം. ദൈവം തന്നവനോ സാധാരണ സൈക്കിൾ കാണുമ്പം ബോധം കെട്ട് വീഴുന്നവൻ. അവൾ ആഗ്രഹിച്ചു കട്ടിമീശ ഉള്ളവനെ, കിട്ടിയതോ ഒറ്റ മീശ പോലും ഇല്ലാത്തവന്. ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക, ദൈവം തന്നതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഒരു ജീവിതാംശത്തിൽ പ്രവേശിച്ചിട്ട് മറ്റൊന്നിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഒരു വണ്ടിയിൽ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഞാൻ തിരുവല്ലായിൽ നിൽക്കുന്നു, എനിക്ക് തിരുവനന്തപുരത്തിനും പോകണം, അതേസമയം മൂവാറ്റുപുഴയ്ക്കും പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാം, മൂവാറ്റുപുഴ വണ്ടി. അതിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും, തിരുവനന്തപുരം വണ്ടിയെ കയറിയായിരുന്നെങ്കിൽ കല്ലിശ്ശേരി കാണാമായിരുന്നു, ചെങ്ങന്നൂർ കാണാമായിരുന്നു, പന്തളം അടൂർ, കൊട്ടാരക്കര ആയൂർ, വെഞ്ഞാറമൂട്, കിളിമാനൂർ, വട്ടപ്പാറ, അങ്ങനെ തിരുവനന്തപുരം വരെ കാണാമെന്ന് ഓർക്കരുത്. ഞാൻ മൂവാറ്റുപുഴ വണ്ടിയെ കയറി ഇരിക്കുമ്പം ആസ്വദിക്കണം, സാവധാനം ഇങ്ങനെ ചങ്ങനാശ്ശേരി, ചിങ്ങമനം, കോട്ടയം, ഏറ്റുമാനൂർ, കൂത്താട്ടുകുളം, അങ്ങനെ മൂവാറ്റുപുഴ വരെ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. ഞാൻ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് വർഷം 22ആയി. ഈ വണ്ടിയിലിരുന്ന് ഓർക്കുക, കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു കുറേ കൂടെ മെച്ചപ്പെട്ട വണ്ടി. കോഴി കണ്ടേനെയും കൊക്കോ കണ്ടേനെയും ആട് കണ്ടേനെയും വീട് കണ്ടേനെയും ഞാൻ ഓർക്കരുത്. ഞാൻ എന്ത് തിരഞ്ഞെടുത്തോ അതിൽ ഞാൻ വിശ്വസ്തയോടെ ജീവിക്കണം. അതാണ് വിശുദ്ധി. അപ്പോൾ എൻ്റെ ജീവിതാന്തസ് തെറ്റിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത്, പൊന്നി യോസഫച്ച അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? അവൻ്റെ ജീവിതം മടുത്തു. എവിടെയാണോ അവിടെ സന്തോഷത്തോടെ. ഒരു മനുഷ്യൻ ചോദിച്ചു എന്നോട്, അച്ഛനായി കഴിഞ്ഞ് അച്ഛൻ എന്നേലും കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഓവ് എന്നാണ്. 3 മാസം മുമ്പ് ധ്യാനപ്രസം കഴിഞ്ഞ് മടുത്തു വന്ന് തുണി അലക്കി എൻ്റെ വലുതയുടെ ഒരം പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്തു, ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പൊന്നും അച്ഛ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതന്നെ എൻ്റെ അച്ഛ എൻ്റെ വെമ്പറം നോത്തി അവിടെ സകലമാന തുണി ഇന്നും എന്നെക്കൊണ്ട് അച്ഛ അവൾ അലക്കിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. സഭയുടെ ബാവ ഒരു പ്രഖ്യാപനം തരുന്നു. 2015 ജനുവരി 1 മുതൽ കുടുംബവർഷത്തിൽ അവർ ഒന്നാകുന്നു എന്ന് ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജനുവരി 1-ാം തീയതി സഭയിൽ ബാബയുടെ ഒരറിയിപ്പ് വരുന്നു. ആ അറിയിപ്പ് ഇതാണ്: 2014 വർഷങ്ങളിലെ നിയമം മാറ്റുന്നു. 2015 ജനുവരി 1 മുതൽ ഒരു പുതിയ നിയമം. എന്താ നിയമം? ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഒരു ഭർത്താവിനെ എടുക്കാം. ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ജനുവരി 1 മുതൽ ഒരു പുതിയ ഭാര്യയെ എടുക്കാം. അങ്ങ് പുറകിൽ തൂണുകൾക്കിടയിൽ നിന്നും എന്നെ കാണാൻ മേലാത്ത ഒരു സഹോദരൻ തലപൊക്കി പ്രതീക്ഷയോടെ നോക്കുന്നു. സത്യമാണോ അച്ഛാ? ഇത് ബാബ പറയുന്നതാണോ അത് അച്ഛൻ വെറുതെ പറയുന്നതാണോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഓർത്താൽ മതി. അപ്പം ഇങ്ങനെയൊരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്താൽ എന്തായിരിക്കും ഈ പന്തലിലെ പ്രതികരണം? പന്തോക്കുസ്താ ദിവസം സെഹിയോൻ മാളികയിലുണ്ടായ കൊടുങ്കാറ്റിൻ്റെ വലിയ എരപ്പ് ഇവിടെ കേൾക്കാം. ഹാവൂ, രക്ഷപ്പെട്ടു. 100-ൽ 60 പേര് ഓർക്കും മാറ്റിയെടുക്കാമല്ലോ. 20% പേര് പറയും ഒരിക്കൽ പെട്ടുപോയി, ഇനി ഈ പണിക്ക് ഇല്ലേ ഇല്ല. 10% പേര് പറയും ഇപ്പോൾ ഉള്ളത് ഉഗ്രം കിട്ടിയാൽ ഊറ്റം ഭാര്യ, വേറെ ഒന്നും വേണ്ടേ വേണ്ട. അവസാനത്തെ 10% പേര് പറയും നോക്കട്ടെ, എല്ലാവരും മാറിയാൽ ഞാനും മാറും, ആരും മാറിയില്ലേ ഞാനും മാറുകയില്ല. അപ്പം വിശുദ്ധി എന്ന് പറയുന്നത് കിട്ടിയ പങ്കാളിയോടൊപ്പം മരണം വരെ സന്തോഷത്തിൽ, മറ്റൊരു ചിന്തയില്ലാത്ത ജീവിതം, അത് വിശുദ്ധി. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം. കുടുംബത്തിൽ വിവേകം വേണം. എന്താണ് വിവേകം? വിവേകമില്ലാത്ത വാക്ക് ഒരിക്കലും പറയരുത്. ഭർത്താവിൻ്റെ വില കുറയ്ക്കുന്ന വർത്തമാനം ഭാര്യ പറയരുത്. ഭാര്യയെ വില കുറയ്ക്കുന്ന വർത്തമാനം ഭർത്താവ് പറയരുത്. വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും
തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. എപ്പോഴും ഭാര്യയുടെ മാതാപിതാക്കളെയും ആങ്ങളമാരെയും സഹോദരന്മാരെയും താഴ്ത്തി സംസാരിക്കുന്ന ഭർത്താവ് വിവേകമില്ലാത്ത കെട്ടിയവനാണ്. എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പെങ്ങന്മാരെയും സഹോദരന്മാരെയും താഴ്ത്തി പറയുന്ന ഭാര്യ വിവേകമില്ലാത്ത ഭാര്യയാണ്. സ്വന്തം മക്കളുടെ കേക്ക് ഭാര്യയെ താഴ്ത്തുന്ന ഭർത്താവ് വിവേകമില്ലാത്തവൻ. മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ പുച്ഛിക്കുന്ന ഭാര്യ വിവേകമില്ലാത്തവൾ. ഭർത്താവിനെ വളർത്തുന്ന വാക്ക് ഭാര്യ പറയണം, ഭാര്യയെ വളർത്തുന്ന വാക്ക് ഭർത്താവ് പറയണം. ഉദാഹരണം, ഭർത്താവിൻ്റെ പേര് ടോം. ടോം ടോം എന്ന് കേട്ടാൽ അവൻ അരിശം. ടോം കുട്ട ടോം കുട്ട എന്ന് വിളിച്ചാൽ അവന് സന്തോഷം. അങ്ങനെയെങ്കിൽ ടോം കുട്ട എന്ന് മാത്രം വിളിക്കുന്നതാണ് വിവേകമുള്ള ഭാര്യ. ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ് കോഴിക്കറി വെക്കുമ്പം 3/4 വേവായ കോഴിക്കാൽ എരിവും ചൂടുമുള്ള ചാറിയെന്നെടുത്ത് കറുമുറ കടിച്ചു തിന്നുന്നത്. ഇനിമേൽ കോഴിക്കറി വെക്കുമ്പോൾ 3/4 വേവായ കോഴിക്കാൽ എരിവും ചൂടുമുള്ള ചാറിൽ വെച്ചിട്ട് ചേട്ടാ കടിക്ക് കോഴിയുടെ കാല് എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഭാര്യ വിവേകമുള്ള ഭാര്യ. എൻ്റെ ഭർത്താവിന് ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണ്, ആ കണ്ണിനെക്കുറിച്ച് കേട്ടാൽ അവൻ അരിശമാണ്. പക്ഷെ ഭാര്യ അരിശം വരുമ്പം വജ്രായുധം പോലെ വിളിക്കുന്ന വാക്ക് കോച്ചരക്കണ്ണ കോങ്കണ്ണ, കോച്ചരക്കണ്ണ കോങ്കണ്ണ. വിവേകമില്ലാത്ത ഭാര്യയാണ്. ഭർത്താവും ഭാര്യയും കൂടെ ഒരാഴ്ച പിണങ്ങിയിരുന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഭാര്യ പോകുമ്പോൾ ഭർത്താവ് സാവധാനം ചെന്ന് ചോദിച്ചു, നീ പള്ളിയിൽ പോവാണോടി? അല്ല, നരകത്തിൽ പോവാം. താൻ കൂട്ടത്തിൽ പോരുന്നു. അവൻ അരിശം നില്ലടി, എനിക്ക് നല്ല തിരക്കാണ്, അവിടെ ചെല്ലുമ്പം നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ബന്ധങ്ങളും മറ്റും മുറിയുക. അപ്പം വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. ഭർത്താവിന് നീല പാൻസ് ഇട്ടു, ചുമന്ന ഷർട്ട് വിട്ടു, കഴുത്തിൽ മഫ്ലറും ചുറ്റി ഭാര്യയുടെ മുമ്പിൽ വന്നു. എങ്ങനെ ഉണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ട ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുമെന്നാണ്. അവൻ എടുത്തുവെച്ചതുപോലെ അവൾ, ഓ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അവൻ പറഞ്ഞു, സത്യവാടി, അത് തന്നെ നീ പറയണം. 22 വർഷമായിട്ട് ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ വേണമെന്ന് പറയാൻ. അപ്പം പാഴ്വാക്കുകൾ പറയരുത്, വിവേകം വേണം. എൻ്റെ ഭാര്യയുടെ പേര് മറിയ. മറിയ എന്ന് കേട്ടാൽ അവൾക്ക് ചൊറിയും. മറിയാമ്മ എന്ന് വിളിച്ചാൽ ഇക്കിളി എടുക്കും. എങ്കിൽ അങ്ങനെ വിളിക്കാവും. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പ് വടയും പാളയംകോടൻ പഴവും. വിവാഹ വാർഷികത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസിൽ പോഞ്ഞിട്ട് മോളെ മറിയാമ്മയെ കടിക്കടി വടാ പഴം പൊതി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഭർത്താവ് വിവേകമുള്ള ഭർത്താവ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടണമെങ്കിൽ പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിക്കുക. എത്ര പ്രായമായാലും അത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസിയാണോ ടെസി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാ പ്രത്യേക ധ്യാനമൊന്നും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ എന്ന് വിളിക്കും. പക്ഷേ അച്ഛാ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി വരിക. ഇപ്പം വിവേകമുള്ള വാക്കുകളെ പറയാവൂ, വിവേകമില്ലാത്ത വാക്ക് പറയരുത്. ഇനി സ്വന്തം ഭാര്യയുടെ ശരീര സൗന്ദര്യം എത്ര ചോർന്നു പോയാലും പറയണം, എൻ്റെ ഏടി നീ എന്നാ പറഞ്ഞാൽ നിന്നെ കണ്ടാൽ ഇപ്പോഴും പ്രിയങ്ക ചോപ്രയെ പോലെ ഇരിക്കുന്നല്ലോ. ചില ആണുങ്ങൾ ഉള്ളതങ്ങ് പറയും. എൻ്റെ ഏടി അയൽവക്കത്തെ സൂസി 3 പെറ്റിട്ടും മുഖത്ത് നല്ല മിനുസം, ദേഹത്ത് നല്ല തുടിപ്പ്, നീ 1 പെട്ടപ്പോൾ ആപ്പീസ് പൂട്ടിപ്പോയല്ലോ. ഇങ്ങനെ പറഞ്ഞു ബന്ധം മുറിഞ്ഞു. ഭാര്യ ഭർത്താവിനെ സംശയിക്കാൻ ഇടയാവും. ഇവിടെയാണ് വിവേകമില്ലാത്ത വാക്കുകൾ പറയല്, വിവേകമുള്ള വാക്കുകളെ പറയാവൂ. അപ്പോൾ 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. കുടുംബത്തിൽ ഒരു വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിധേയത്വം ഇല്ലെങ്കിലാണ് ബന്ധങ്ങൾ തകരുക. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുടുംബബന്ധം തകർന്നത് സ്ത്രീകളുടെ വിധേയത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോഴാണ്. പണ്ട് നമുക്കറിയാം, കള്ളുകുടിയമനായ ഭർത്താവ്, ക്രൂരനായ ഭർത്താവിൻ്റെ ദേഹത്തുള്ള ഉപദ്രവം, മാനസിക പീഡനം, അതിൻ്റെയൊക്കെ പേരിലാണ് ഡൈവോഴ്സുകൾ വർദ്ധിച്ചത് എന്ന് വരിയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ശമ്പളം കൂടിയ പെണ്ണുങ്ങൾ ഭർത്താവിനെ പുച്ഛിച്ചിട്ട് കേസ് കൊടുത്ത് പിരിയുന്ന കേസുകൾ ധാരാളം. 2012 ജനുവരി 1-ാം തീയതി കൊല്ലം ജില്ലാ ജഡ്ജിയായ രാജൻ സാറ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് പോയപ്പോൾ അഡ്വക്കേറ്റ് സാർ കോടതിയിൽ നിന്നും യാത്രാ സന്ദേശത്തിന് എന്നെയാണ് വിളിച്ചത്. പ്രസംഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയായ രാജൻ സാറ് പറഞ്ഞു, അച്ഛാ 2011 അവസാനം കൊല്ലം ജില്ലയിൽ വിവാഹമോചനത്തിലെ കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് 1107 ഡൈവോഴ്സ് കേസുകളാണ് കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്.
വിധേയത്വം വളരെ കുറഞ്ഞു പോകുന്നു. ഒരിക്കൽ ഞാൻ ലണ്ടനിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ അവിടുത്തെ മാതാമ തള്ള പറഞ്ഞു, അച്ഛാ, നിങ്ങളെപ്പോലെ അന്തസ്സുള്ള കുടുംബമായിരുന്നു 955 വരെ ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ധിക്കാരികളായി ആണുങ്ങളെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി. ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരിമാർ ഓർക്കണം, നമ്മുടെ പഴയകാല അമ്മച്ചിമാർ ക്രൂരനായ ഭർത്താക്കന്മാരോടും ഒരുപാട് വിധേയത്വം കാണിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും പിടിച്ചു നിന്നത്. ഇന്നത്തേതുപോലെ ഡൈവോഴ്സിനോടുന്ന രീതികളും സഹനശക്തിയില്ലായ്മ അന്നില്ല, പിടിച്ചു നിന്നു. ആ വിധേയത്വമാണ് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ബലവും ശക്തിയും പ്രദാനം ചെയ്തത്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾക്ക് വിധേയത്വം കുറഞ്ഞു വരും. ഞാനൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ അമ്മ 5 വർഷം മുമ്പ് വരെ എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. ഇതെന്നാ പറ്റി? ഇന്ന് അമ്മ ചെറിയ തെറിവർത്താനം പറയും, TV ചാനൽ മാത്രം മതി, അപ്പനോടും മറ്റുമൊക്കെ ആവശ്യമില്ലാത്ത വർത്തമാനം അമ്മ പറയുന്നത് കേൾക്കാം. എന്നാ പറ്റിയതാടാ? അപ്പൻ പറയുന്നത് കേട്ട അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പോൾ മുതലാണ് ഈ മാറ്റം അമ്മയ്ക്ക് വന്നിരിക്കുന്നത്. 165 രൂപയും കിട്ടും, കുറ്റി പറഞ്ഞമ്മയുടെ പുളിച്ച വർത്താനവും കേൾക്കും. എന്നിട്ട് വന്നത് ഭർത്താവിനോടും മക്കളോടും വീട്ടിൽ പ്രയോഗിക്കുക, പിന്നെ TV യും കണ്ട് ഒറ്റ ആസ്വാദ്യത. ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, അവിടെ ബന്ധങ്ങൾ തകരുന്നകൾ. അങ്ങനെയുള്ള ചില കേസുകൾ ഫാമിലി കൗൺസിലിംഗ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്, പച്ചയായ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുക, വിധേയത്വം വളരെ ആവശ്യമാണ്. പണ്ട് കാലത്ത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടൊരു വിധേയത്വമുണ്ട്. ആ വിധേയത്വം കുടുംബത്തെ ബലപ്പെടുത്തി. പെമ്മക്കൾ അത് കണ്ടുപഠിച്ചു. പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ആണുങ്ങൾ കണ്ടുപഠിച്ച് പിന്നീടുള്ള കുടുംബജീവിതത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നു. ഒരുത്തൻ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് പറഞ്ഞു, സാർ, എനിക്കെൻ്റെ ഭാര്യയെ കാണുമ്പോൾ പേടിയാണ്, ദേഹം മുഴുവൻ തരിക്കുന്ന പോലെ, അടിമുടി ഒരു തരിപ്പ് കയറുന്ന പോലെ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാണ്. അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കാൻ പഠിക്കണം. 2 ബഗ് അടിച്ചതുപോലെ അഭിനയിക്കുക, മുണ്ട് മടക്കി കുത്തുക, തലകെട്ട് ശരിക്കും കെട്ടുക, വീടിന് ഗേറ്റിങ് വെച്ചെന്ന് പറയുക, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണ് എന്ന് പറയാൻ പറഞ്ഞു. ഇയാൾ ഗേറ്റിങ് പോകും. അവിടെ വന്ന മനുഷ്യൻ പൂസായതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, പുല്ലാണേ പുല്ലാണ്. 2 പ്രാവശ്യം കേട്ടപ്പം ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു, കയ്യിൽ ചെരവയും ചൂലുമായിട്ട്. എന്നാടോ താൻ പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ്റെ സകല ശക്തിയും ചോർന്നു പോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണേ എന്നും പറഞ്ഞു അവിടെ കുത്തിയിരുന്ന് പറിക്കാൻ തുടങ്ങി. ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വിപത്താണിത്. 500 ഭർത്താക്കന്മാർക്ക് മനഃശാസ്ത്രജ്ഞൻ ക്ലാസ് എടുക്കുന്നു. മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, പണ്ട് ആണുങ്ങളെ പേടിയുള്ള പെണ്ണുങ്ങളുണ്ട്, ഇന്നും പെണ്ണുങ്ങൾ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, ഭാര്യമാർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. 499 പേരും റോക്കറ്റ് വേഗത്തിൽ ഓടി വന്ന് ഇയാളെ അടുത്തും വലുത്തുന്നു. ഒരുത്തൻ കാലും കെറ്റി വെച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരാളെങ്കിലും ഉണ്ടല്ലോ സ്വന്തം തീരുമാനമുള്ളയാൾ. ഭാര്യമാർ പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വരാൻ പറഞ്ഞപ്പം നീ മാത്രം വന്നില്ലല്ലോ, നിൻ്റെ പോളിസി എന്താണെന്ന് ഇവന്മാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവന് പൊന്നു സാറേ, പ്രത്യേക പോളിസിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കും, അനങ്ങിപ്പോയേക്കരുത്, അവിടെ തന്നെ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്, അതാ ഞാൻ വരാതെ ഇവിടെ തന്നെ ഇരുന്നത്. അപ്പോൾ അന്ധമായ ഒരു വിധേയത്വം വരുമ്പോഴാണ് കുടുംബത്തിൻ്റെ ബലം ചോർന്നു പോവുക. 5 വീണ്ടെടുപ്പ്. 1 കൊറിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെയാണ് നമ്മൾ വായിക്കുക, പൗലോസ്ലീഹ കുറിക്കുകയാണ്. 1 കൊറിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ഒരു ഭർത്താവ് ഭാര്യ മൂലം വീണ്ടെടുക്കപ്പെടണം, ഒരു ഭാര്യ ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടണം. വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെ ഭാര്യയെ ഏൽപ്പിച്ചത്, ഭാര്യയെ ഭർത്താവിനെ ഏൽപ്പിച്ചത് ഒരു വീണ്ടെടുക്കലിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിക്കണം, ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം. അതല്ലേ സൃഷ്ടിയുടെ പ്രത്യേകത. പള്ളിയിൽ പോകാൻ മടിയുള്ളവന് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവളെ ദൈവം ഭാര്യയായിട്ട് കൊടുക്കും. വേദപുസ്തകം കൈകൊണ്ട് തൊടാത്തവന് ബൈബിൾ താഴെ വെക്കാത്തവളെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര പിശുക്കന് ഇൻ്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. ഞെളിഞ്ഞ് നടക്കുന്നവന് കുനിഞ്ഞു നടക്കുന്ന ഭാര്യയെ കൊടുക്കും. പ്രത്യേകതയാണിത്, വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആണുങ്ങൾക്ക് സ്വഭാവത്താലെ പ്രാർത്ഥന ബോർ. സിറ്റി പോയി രാത്രി വീട്ടിൽ വരുന്ന ഭർത്താവിൻ്റെ ചോദ്യം, പ്രാർത്ഥന കഴിഞ്ഞോടി?
ഇല്ലേ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയാണല്ലോ എന്തേലും പ്രാർത്ഥിച്ചാലും പോരാ. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. ആണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്തോ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പയിലോ പിടിച്ച പോലെ പാറപ്പുറം പോലെ വല്ലാത്ത കെട്ടി. പക്ഷേ പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്താൽ ബണ്ണയിലോ മോഡേൺ ബ്രെഡിലോ പിടിച്ച പോലെ നല്ല മയം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അപ്പനെടുത്തോ കൊച്ച് വലിയ വായിലേക്ക് ആറാൻ തുടങ്ങും, സർവകല്ലെ മുട്ടിയ പോലെ മരിക്കുറ്റിയെ തട്ടിയ പോലെ. പക്ഷെ അമ്മ എടുക്കുമ്പോൾ കൊച്ച് കരച്ചിൽ നിർത്തും, ഡ്യൂറോഫ്ലക്സ് ഡള്ളമെത്തിക്കിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയം. ഇനി മനക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. രാത്രി 11 മണിക്ക് വീട്ടിൽ ഒരു അനക്കം കേട്ടോ, ഭർത്താവ് ടോർച്ചും ചൂരലും കൂടി ചെല്ലും, ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും. പൊന്നു മനുഷ്യ പോകല്ലേ, പാമ്പാണേ ചേമ്പാണേ കൂമ്പാണേ പോയേക്കരുത്, ഇവക്ക് മനക്കെട്ടി കുറവ്. ഇനി സഹനശക്തി ആർക്കാ കൂടുതൽ? അത് പെണ്ണുങ്ങൾക്കാണ്. അത് ഇന്ത്യയെ വരുമ്പോഴാണ്. ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക ചെല്ലുമ്പം ഭയങ്കര സഹനശക്തി ആണുങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്നു, വായിലെ അടപ്പൊരി അടുത്ത തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നു, തുണി മാറ്റുന്നു, ദേഹം കഴുകി കൊടുക്കുന്നു. എന്തൊരു സഹനശക്തിയാണ്. ഒരുത്തൻ ജോലിക്ക് പോയി അമേരിക്കയിൽ. ഇപ്പം കൂട്ടുകാരൻ ഇവിടുന്ന് ഫോൺ വിളിച്ചു, നീ എവിടാടാ? അവൻ പറഞ്ഞു വാഷിങ്ടൺ. ഓ ഭാഗ്യവാൻ, അവിടെയല്ലേ? ഒന്നുമല്ല, തുണിയൊക്കെ അലക്കിയിട്ട് നിൽക്കുകയാണ് വാഷിങ്ടൺ. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. വേറൊരുത്തനെ വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്നാടാ പണി? അവൻ പറഞ്ഞു മൈക്രോവേവ് ഓപ്പറേറ്റർ. എല്ലാം ചൂടാക്കി പുഴുങ്ങി തിന്നുക, പിന്നെ കഴുകി കമത്തി വെക്കുക. അപ്പോൾ ഈ സഹനശക്തി പുറത്ത് ചെല്ലുമ്പം ആണുങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബനാഥന്മാരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെങ്കിലും ഈ നാട്ടിൽ കൂടെയൊക്കെ ഒന്ന് വിട്ട് കറക്കി കാണിച്ചു കൊണ്ടുവന്നാൽ കുടുംബത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടാവും. സഹനശക്തി നമ്മുടെ നാട്ടിൽ ഇത് ആണുങ്ങൾക്ക് കുറവാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ ഭൂമി കുലുക്കം, ഭാര്യ അവനെ തന്നെ നോക്കിക്കോണം. പക്ഷെ നല്ല അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന ഒന്ന് മാറുമെന്ന്. കുടലുമെടുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ചറിയാൻ വൈകില്ല മൂളലൊന്ന് മാറുമോ. എത്രയായാലും സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ. ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്കില്ലേ ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പം എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ തമ്പുരാനോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. ഒരു കൊച്ചു വേണ്ട എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു എൻ്റെ അച്ഛ ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. ഇപ്പം സഹനശക്തി ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ് പുരുഷനേക്കാൾ കൂടുതൽ. അപ്പോൾ ദൈവം ചേർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് കുടുംബത്തിൽ പരസ്പരം മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ആ കുടുംബം ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകമാവും. കുടുംബത്തെ നരകമാക്കുന്ന ഘടകങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയും, ഭൂമിയിൽ 4 കൂട്ടം സ്ഥലങ്ങൾ നരകം. 1 നാരകം നട്ടടം, 2 കൂവളം കെട്ടടം, 3 നായ പെറ്റടം, 4 നാരി നയിക്കുന്നിടം നരകം. നാരകം നട്ടടം, കൂവളം കെട്ടടം, നായ പെറ്റടം, നാരി നയിക്കുന്നിടം നരകം. പറമ്പിൽ ഒരു ചെറുനാരകം ഉണ്ടെങ്കിൽ നാരകത്തിൽ നാരങ്ങ ഉണ്ടാകുമ്പോൾ നമ്മൾ പറിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കുനിഞ്ഞില്ലെങ്കിൽ തലക്കിട്ട് കുത്ത്, കാല് പൊക്കിയില്ലെങ്കിൽ ഉപ്പൂറ്റിക്കിട്ട് കുത്ത്, വളഞ്ഞില്ലെങ്കിൽ വയറിനിട്ട് കുത്ത്, ഞെളിഞ്ഞില്ലെങ്കിൽ എളിക്കിട്ട് കുത്ത്, കുത്തോട് കുത്ത്. നാരകം നട്ടടം നരകം. 2 കൂവളം കെട്ടടം നരകം. കൂവളം ഒരൗഷധ ചെടിയാണ്. ഒരു കൂവളം അഴുകുമ്പോൾ അവിടെ വേറെ ഒന്ന് മുളച്ചു പൊട്ടിയില്ലെങ്കിൽ നശിച്ച മണ്ണ്. കൂവളം കെട്ടടം നരകം. 3 നായ പെറ്റടം നരകം. പ്രസവിക്കാത്ത നായി കാലിൽ കമ്മിയിട്ടോടും, പെറ്റ നായി ചൂട് ചാരത്തിൽ നിന്ന് വെടിച്ചിൽ പോലെ പൊങ്ങി വന്ന് കുതികാലെ കമ്മിയിട്ട് പോകും. നായ പെറ്റടം നരകം. 4 നാരി നയിക്കുന്നിടം നരകം. ചില വീട്ടിൽ ചെന്നാൽ ഭർത്താവുണ്ടോയെന്ന് അറിയത്തില്ല. ആകാശവാണി അന്നക്കുട്ടി 2 കാലും അകത്തി കുത്തി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. ഒരു കാര്യം ഓർത്തോണം, നോർമലായ കെട്ടിയവനെ ഒതുക്കിയിട്ട് ഭാര്യ വർത്തമാനം പറയാൻ പോയോ മക്കൾ 2 പേരെയും ധിക്കരിക്കും. അതേസമയം വർത്തമാനം പറയാത്ത അപ്പൻ, നോർമലായ ബന്ധങ്ങൾ സ്ഥാപിക്കാത്ത അപ്പൻ, ആ കുടുംബത്തിൽ ഭാര്യ തലയാകണം. എല്ലാ കഴിവുമുള്ള ഭർത്താവാണ്, അവനെ പുറകെ ഒതുക്കിയിട്ട് ഭാര്യ മുമ്പോട്ട് വരാൻ പാടില്ല. അപ്പം നാരി നയിക്കുന്നിടം നരകം. 7 നരകമാക്കുന്ന ഘടകങ്ങൾ. 1 നാരി നയിക്കുന്നിടം,
2, കർക്കശ പ്രകൃതി പിടിവാശി. ചില ആണുങ്ങളുണ്ട്, ഞാൻ എന്നാ തീരുമാനിച്ചോ അത് മാത്രമേ നടത്തൂ. ചില പെണ്ണുങ്ങളുണ്ട്, ഞാൻ എന്നാ നിശ്ചയിച്ചോ അതുമാത്രം. കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നില്ലെങ്കിൽ ആ കുടുംബം നരകമായിട്ട് മാറും. അതാണ് പറയുക കർക്കശ പ്രകൃതി പിടിവാശി. 3, മന്ദപ്രകൃതി അലസത. ചില കുടുംബത്തെ നരകമാകുന്നത് ഭർത്താവിൻ്റെയും പഴയ മന്ദപ്രകൃതിയാണ്. 2014 ജനുവരി 1 ചില തീരുമാനമെടുത്തു. 2015 ആകുമ്പോഴും തീരുമാനം മാത്രമുണ്ട്, കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ചില വീട്ടിൽ ചെല്ലുമ്പോഴറിയാം പിശാച് ഈമ്പിയ പെമ്പർനോത്തിയാണ് കുടുംബനാഥ. വീടിൻ്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വച്ചിരിക്കുന്നു. പെരയ്ക്കകത്ത് കയറി ചെന്നപ്പം ചക്കയരക്ക് തോരണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു. ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഒരു കുത്തപ്പിനാറ് പോലെ പൊക്കി വച്ചിരിക്കുന്നു. കട്ടിന് കീഴെ സാരി ചുരുളി തിരികെ പോലെ മടക്കി വച്ചിരിക്കുന്നു. ടാപ്പിന് കീഴെ എന്തോ വേവിച്ചിട്ട് പാത്രം കുതിരാനിട്ടതാ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം, ഇനിയും കുതിർന്ന് തീർന്നിട്ടില്ല. എല്ലാ ഗ്ലാസ്സിലും മത്തിയുടെ ഉളുമ്പ്, അയലയുടെ വാട, ഇറച്ചിവെടത്തിൻ്റെ നാറ്റം ഓക്കാനിക്കാൻ വരുന്നു. 2010-ലെയും 2011-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ അതുപോലെ തൂങ്ങിക്കിടക്കുന്നു. ക്ലോക്ക് നിര്യാതനായിട്ട് ദിവസം വലുത് കഴിഞ്ഞു. എപ്പം നോക്കിയാലും 7:10, 7:10, 7:10. അവിടുന്ന് സൂചി നീങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ഓരോ മുറിയിൽ വിശുദ്ധജലം തളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പോവുക. ഞാൻ കയറി പോകുമ്പോൾ കട്ടിലേൽ കീറത്തുണി, പീറത്തുണി, കൈക്കല തുണി, കരികല തുണി, പഴം തുണി ഇതെല്ലാം കിടക്കുക. അച്ഛൻ കണ്ട മോശമല്ലെന്നും കണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടി വന്നിട്ട് ബെഡ്ഷീറ്റിട്ട് മൂടി പോവുക. എനിക്ക് പൊക്കി വഞ്ചിരിക്കാൻ പറ്റുമോ? അവസാനത്തെ മുറിയിൽ ചെന്ന് ഞാൻ നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂടി വെച്ചിട്ട് കുതിരപ്പുറം പോലെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ പെങ്ങളെ മോട്ടോർ സൈക്കിളിൽ കട്ടിലേക്ക് കയറ്റി മൂടി വെച്ചതാണോ? ഇപ്പം വൃത്തിയും മെനയില്ല, മന്ദപ്രകൃതി അലസത. ചില ആണുങ്ങളും ഉണ്ട് ഈ ടൈപ്പ്. എങ്ങനെയുള്ള ആണുങ്ങളാണ്? വെളുപ്പിനെ ചില ആണുങ്ങൾ എഴുന്നേറ്റ് പോകുന്ന കട്ടിൽ കണ്ടാൽ കർത്താവിൻ്റെ കവറ് പോലെ, കല്ലറ പോലെയാണ്. ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി ഉരുട്ടി തലയ്ക്കലും വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കട ചെന്നേതോ അപ്പാപ്പൻ്റെ ഉണക്കസഞ്ചി പിടിഞ്ഞ പൂളവെള്ളം വാട്ട ചായ അത് വലിച്ച് അടിച്ചകത്തോട് കയറ്റും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഭൂമിയിലെ പൊട്ടന്മാരുടെ കളിയായ ചീട്ടുകളിയായിട്ട് ഒറ്റ ഇരിപ്പ്. ഈ ലോകത്ത് പൊട്ടന്മാരുടെ കളി എന്ന് പറയുന്നത് ഒറ്റ കളിയേ ഉള്ളൂ, അത് ചീട്ടുകളിയാണ്. അതിന് കാരണം ഇതാണ്, ലോകത്ത് എവിടെ ചെന്നാലും ഒന്നിപ്പടിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം 10 എന്ന സംഖ്യ 9-നേക്കാൾ വലുതാണ്. പക്ഷെ ചീട്ടുകളി മാത്രമാണ് 9 to 10 വെട്ടുന്ന ഏക കളി. അതിനാൽ ഇത് പൊട്ടന്മാരുടെ കളി. ഈ കളിയായിട്ട് ഒറ്റ ഇരിപ്പ്. അപ്പം മന്ദപ്രകൃതി അലസത അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ 1 നാരി നയിക്കുന്നിടം, 2 കർക്കശപ്രകൃതി പിടിവാശി, 3 മന്ദപ്രകൃതി അലസത, 4 സ്വന്തക്കാർ ബന്ധുക്കൾ കുടുംബത്തെ നരകമാകും. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അമിതമായ ഭരണം വന്നാൽ ഭാര്യയ്ക്ക് വീട് നരകമായി മാറും. ഭാര്യ വീട്ടുകാരുടെ അമിതമായ നിയന്ത്രണം വന്നാൽ ഭർത്താവിന് വീട് നരകമായിട്ട് മാറും. ഒരു കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും കൂടെ എന്നും വഴക്ക്. വികാരിയച്ഛൻ പരാതി കേട്ട് മടുത്തു. 1.5 വർഷമായി ഒരു പരിഹാരവുമില്ല. ഒരു ഞായറാഴ്ച വിശുർബാനയിൽ ഈ വികാരിയച്ഛൻ അപ്പവും വീഞ്ഞും പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചു. കുറേ സമയത്ത് അച്ഛൻ കാസയും ഗീലാസയും താഴത്തേക്ക് വെക്കുന്നില്ല. ആൾക്കാരൊരുത്തി അച്ഛൻ നിന്നുകൊണ്ട് ബോധം കെട്ടുപോയതായിരിക്കും. അച്ഛൻ പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന കക്ഷി ആരാണെന്ന് കാണിച്ചു തരാതെ നിന്നെ കീഴോട്ട് വെക്കുന്ന പ്രശ്നമേ ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കി പിടിച്ചു നിന്നു. കുറേ കഴിഞ്ഞപ്പോഴുണ്ട് ഒരു ഒടികാലം കൂടെ കക്ഷത്തി വെച്ച് വാടക പിടിച്ച തോർത്തും തോളയിലിട്ട് ഒരു ചേട്ടൻ നടന്നു വരുന്നു. അച്ഛൻ അപ്പം ഇങ്ങനെ നടന്നു വരുന്ന പോലെ തോന്നി. അച്ഛൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ വരുന്ന പതിവുണ്ടോ? ഉടനെ പറഞ്ഞു, ഭർത്താവിൻ്റെ അപ്പൻ്റെ അനിയൻ വ്യാഴാഴ്ച തോറും വാടകൊല കച്ചവടത്തിന് ഇതുപോലെ വരും. അന്ന് ഉച്ചഭക്ഷണം ഇവിടെയാണ്. ഭർത്താവിൻ്റെ 10 കുറ്റം ഭാര്യയോടും ഭാര്യയുടെ 10 കുറ്റം ഭർത്താവിനോടും പറഞ്ഞിട്ട് പോകും. അത് പിറ്റേ ആഴ്ച 100 മേനി ഫലം പുറപ്പെടുവിച്ചതാണ്. ഭർത്താവിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ വരവ് നിർത്തി വീട്ടിലെ പ്രശ്നം തീർന്നു. ചിലപ്പം സ്വന്തക്കാർ ബന്ധുക്കൾ അനാവശ്യമായി ഇടപെട്ട് കുടുംബത്തെ നരകമാക്കാം. 5 നിരാശ. ഭർത്താവിനും ഭാര്യയ്ക്കും നിരാശ വന്നോ കുടുംബം നരകം. എങ്ങനെയാണ് നിരാശ അറിയുക? ചേച്ചിയെ ചേട്ടൻ അവിടെ പോയതാ? എപ്പം വരുമെന്നറിയാമോ? ഏമ്പക്കം വിട്ട പോലെ മറുപടിയില്ല. ചില ഭാര്യാഭർത്താക്കന്മാർ നടന്നു പോകുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഏതോ സ്കൂൾ ലബോറട്ടറിയിൽ നിന്നും അസ്ഥികൂടം സായാഹ്ന സവാരിക്ക് പോണ പോലെ. കാണുന്നവൻ അങ്ങേറ്റം ടെൻഷനാകും. നിരാശ. സാധാരണ ആൾക്കാർ കുളിമുറി കയറി വയറെ സോപ്പ് തേക്കുമ്പം മൂളിപ്പാട്ട് പാടും. മസ്ത് മസ്തഹെ, മുസ്തഫ മുസ്തഫ, മന്മത റാസ ഇവിടെ തിരുമുമ്പട.
ഇപ്പം ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്, അവർ കുളിമുറി കയറി കുളിക്കുമ്പോഴും വരെ സോപ്പ് തേച്ച് പാടുന്ന പാട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. ഇങ്ങനെ മനുഷ്യരെ കണ്ടെത്തു. നിരാശയോട് നിരാശ. 6 അതൃപ്തി. കുടുംബത്തെ നരകമാക്കുന്ന മറ്റൊരു ഘടകമാണ് അതൃപ്തി. തൃപ്തിയില്ലാത്ത സംസാരം. ഇത് ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. ഈ തൃപ്തിക്കുറവ് കൂടുതൽ ആണുങ്ങൾക്കാണ്. ഭാര്യ എന്നാ ഉണ്ടാക്കിയാലും ചൊറിഞ്ഞ വർത്താനം പറയുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചോറിനൽപ്പം വേവ് കൂടിയാൽ പറയും ശർക്കര തേങ്ങ ജീരകം മൊത്തം ഇട്ടാൽ പാച്ചോറുണ്ടാക്കാൻ കൊള്ളാമല്ലോ. വേവ് കുറഞ്ഞാലോ മുള്ളാണി പുടിങ്ങിയ പോലെ മുതിര വെന്ത പോലെ ഉണക്കവടി ഞൊണഞ്ഞതുപോലെ മുക്കുന്നു മൂളുന്നു മറിയുന്നു ഓക്കാനിക്കുന്നു. കൊല്ലാനുണ്ടാക്കി തന്നതാണ്. ഒരു കുറ്റവും പറയാനില്ല. ഊണ് കഴിഞ്ഞ് പഴമെങ്കിലും എടുത്തില്ല. ഛേ ഈ പഴം എന്നാ വളഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നേരെ നേരെ ഇരുന്നാൽ പോരായിരുന്നു. ഈ ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചില ആണുങ്ങൾക്ക് സ്വഭാവത്താലെയുണ്ട് എപ്പോഴും കുറ്റം പറയുന്ന രീതി. ഒരു മനുഷ്യൻ എന്തിൻ്റെയും കുറ്റം പറയും. അപ്പോൾ അയൽവാസി നല്ല വെള്ള മാർബിൾ കൊണ്ട് 1-ാം തരം കെട്ടിടം പണിതു, CFL ലൈറ്റ് വിട്ടു, മഞ്ഞുകട്ട പോലെ സൗന്ദര്യമുള്ള വീട്. ഈ കുറ്റം പറയുന്ന മനുഷ്യനെ വീട് കാണിക്കാൻ കൊണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഈ വീട് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇയാൾ മൊത്തം നോക്കി, ഒന്നും പറയാനില്ല. അവസാനം പറഞ്ഞു, എന്നാലും ഈ മുടിഞ്ഞ സാധനം ഒന്ന് പൊളിച്ച് മാറ്റണമെങ്കിൽ കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇത് ചില മനുഷ്യരുടെ സ്വഭാവമാണ്. എപ്പോഴും ഏത് സമയത്തും അതൃപ്തി. പെണ്ണുങ്ങൾക്ക് കൊണ്ട് ഈ അതൃപ്തി. ഭർത്താവ് ഭാര്യയും കൂടി എറണാകുളം ജയലക്ഷ്മി പോയി വിവാഹ വാർഷികത്തിൽ സാരി മേടിക്കാൻ വേണ്ടി 9 മുതൽ 11 വരെ 2 മണിക്കൂർ സാരി തിരിച്ചിട്ട് മറിച്ചിട്ട് കുടഞ്ഞിട്ട് നോക്കിയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട സാരിയില്ല. കെട്ടിയോ മടുത്തിടിച്ചു. എന്നാ തപ്പാടി, മണിക്കൂർ 2 മിണ്ടാതിരി മനുഷ്യ, എന്നാടി നോക്കുന്നത്? നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോയെന്ന് ഞാൻ തപ്പുകയാണ്. അത് കിട്ടിയാലേ പോകും. കാരണം പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത സാരിയാണ്, നമുക്കറിയാം. ക്ലാസ്സിൽ 10 പഠിക്കുന്ന കുട്ടി വീട്ടിൽ വന്ന് അപ്പനോട് പറയും, എൻ്റെ അപ്പ സ്കൂളിൽ ഒരു മാജിക്കുകാരൻ വന്നു, എന്തോ ഒരു മാജിക്ക. എന്നതാടാ കാണിച്ച്? 10 രൂപയുടെ നോട്ട് വായി വെച്ചിട്ട് തോരണം വലിച്ച് പുറത്തേക്ക് നീട്ടുന്നു. എന്തൊരു മാജിക്ക? അപ്പം പറഞ്ഞു, അതാണോ മാജിക്ക്? നിൻ്റെ അമ്മയുടെ മാജിക്കല്ലേ മാജിക്ക്. 1005 നോട്ട് കൊടുത്താൽ അവളത് സാരിയായിട്ട് വലിച്ച് നീട്ടി പുറത്തേക്ക് കൊണ്ടുവരും. പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഇന്ത്യൻ പെണ്ണുങ്ങളാണ്. അതും ഒരു പാട്ടിലൂടെ. ആ പാട്ടാണ് സാരി ജഹാംസെ അച്ഛ. നമ്മളാണത് പഠിപ്പിക്കുക. ചെരുപ്പ് കടയിൽ ചെന്ന് പല മണിക്കൂറുകൾ തപ്പി നോക്കി, എല്ലാ ചെരുപ്പും നോക്കി. പാരകൾ, പാളകൾ, ലെതർ, ടയർ, റബ്ബർ, ഇവ, ഹവായി, ലൂണാർ, ഇതൊക്കെ കാണിച്ചിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല. അവസാനം മടുത്തവൾ ചോദിക്കുക, എടോ വേറെ നല്ല ജോഡി ചെരുപ്പ് വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, പൊന്നു പെങ്ങളെ കാണിക്കാമെന്നൊക്കെ കാണിച്ചു, ഇനി 2 എണ്ണമുണ്ട്, അത് മേടിക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കാലേ കിടക്കുന്നതാണ്, ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു. ഈ അതൃപ്തി കുടുംബത്തിൽ നരകമാക്കി മാറ്റാം. അപ്പോൾ തൃപ്തി വേണം, സന്തോഷം വേണം, ആനന്ദം വേണം സംസാരത്തിൽ, ബന്ധങ്ങളിൽ, നമ്മുടേതായ കമ്മ്യൂണിക്കേഷനിൽ. 7ാമത് കുടുംബത്തെ നരകമാക്കുന്ന ഘടകമാണ് വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ കഴിഞ്ഞകാല ചരിത്രം ഭാര്യ ചോദിക്കുക, ഭാര്യയുടെ കഴിഞ്ഞകാല ചരിത്രം ഭർത്താവ് ചോദിക്കുക. അത് കുടുംബത്തെ നരകമാക്കും. വിവാഹത്തിന് മുമ്പ് ആവശ്യത്തിന് അന്വേഷിച്ചറിഞ്ഞോണം. വിവാഹത്തിന് ശേഷം കഴിഞ്ഞകാല ചരിത്രം കുത്തിപ്പൊക്കി ചോദിക്കരുത്. ഇന്നു മുതൽ മരണം വരെ എന്ന വീട്ടിൽ ഉണ്ടായ കാലം മുതലെന്നല്ല. കല്യാണം കഴിഞ്ഞ് ഒരു കുറ്റവും ഇല്ലാതെ ഭാര്യയെ നോക്കുക, ഒരു കുറവുമില്ലാതെ ഭർത്താവിനെ നോക്കുക. കഴിഞ്ഞ കാലങ്ങൾ കടന്നു പോകണം. പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യ രാത്രിയിൽ 2 പേരും കൂടി കൊച്ചു വർത്താനവും പറഞ്ഞ് കട്ടിലേലിരിക്കുമ്പം അവൻ അവളോട് ചോദിക്കുക, എടി സത്യം പറ, എന്നെ തൊടുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ആണുങ്ങളെ നീ തൊട്ടിട്ടുണ്ടോ, തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ? അവൾ പറയും, ചേട്ടൻ പറയാമെങ്കിൽ ഞാൻ പറയാം. ഉടനെ അവൻ പറയും, അവൻ ഒരു സ്നേഹത്തോടെ പറയും, എടി അങ്ങനെയൊന്നുമില്ല, കൊച്ചു അടുവ് അത്രേ ഉള്ളൂ, അവൻ രക്ഷപ്പെടും. നീ പറയടി. അവൾ പറയും, അയ്യോ എൻ്റെ ചേട്ടാ, പുതുഞാറാഴ്ച വന്നപ്പം മലയാറ്റൂർമല കയറാൻ വേണ്ടി ഇടവകയിലെ 25 പേര് മിനി ബസ്സിൽ പോയി. മലയുടെ താഴ്വരയിൽ ചെന്ന് പൊന്നുംകുരിശ് മുത്തപ്പ പൊന്മല കയറ്റുമെന്നും പറഞ്ഞ് പിന്നെയും മല കയറുമ്പോൾ വല്ലാതെ ദാഹിച്ചു. കയ്യിൽ കഴിഞ്ഞ റോബസ്റ്റാപ്പഴത്തിന് തൊലി പൊടിച്ചിട്ട് പഴം തിന്നു, തൊലി താഴെയിട്ടു. പിന്നെയും മുത്തപ്പാന്ന് ചവിട്ടി കയറിയപ്പം അറിയാതെ തൊലിയെ ചവിട്ടി ഞാൻ താഴെ വീണു. അങ്ങനെ വീഴാതിരിക്കാൻ അയൽവക്കത്തെ തോമസ് കുട്ടി എൻ്റെ അരയ്ക്ക് വീഴുന്ന വട്ടം കെട്ടിപ്പിടിച്ചു. ആ നിപ്പ് ഒരു 20 മിനിറ്റ് ഞങ്ങളാകെ നിന്ന് കാണും. അത് ഈ ഭൂമിയിലല്ല, മലയുടെ താഴെ തൊലിയുടെ മുകളിൽ 20 മിനിറ്റ്. ഇത്രയും പറഞ്ഞോ പെണ്ണുങ്ങളുടെ കഥ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോഴും അരിശ മരുന്ന് കെട്ടിയപ്പോൾ റെഡി, ഞാനൊന്നും മറന്നിട്ടില്ല, തോമസ് കുട്ടി മലയാറ്റൂർമല റോബസ്റ്റാത്തൊലി. അപ്പോൾ ഒരിക്കൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞകാല ചരിത്രം പറയേണ്ട കാര്യമില്ല. അന്വേഷിച്ചറിയുക, അതിനുശേഷം ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുക.
ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ നരകമാക്കി മാറ്റുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയാണ് വിവാഹം എന്നൊരു ചോദ്യം. എന്തിനു വേണ്ടിയാണ് വിവാഹം? അല്ലെ, എന്താണ് വിവാഹം? ഒരിക്കൽ പലരും ഒരുമിച്ച് കൂടിയ സദസ്സിൽ ചർച്ച വന്നു. എന്താണ് വിവാഹം? എന്തിനു വേണ്ടിയാണ് വിവാഹം? അപ്പോൾ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു, നിയമസാധുതയുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം. നിയമസാധുതയുള്ള ഒരു ഉടമ്പടിയാണ് വിവാഹം. ഒരു സീരിയൽ നടൻ പറഞ്ഞു, ഉല്ലാസങ്ങളുടെ കൊട്ടാരത്തിലെ സല്ലാപങ്ങളുടെ കണ്ടുമുട്ടലാണ് വിവാഹം. ഒരു കച്ചവടക്കാരൻ പറഞ്ഞു, ഇതൊരു ഊഹ കച്ചവടമാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ഒത്താലൊത്തു ഇല്ലേനില്ല, ഇതൊരു ഊഹ കച്ചവടമാണ്. ഒരു കൊച്ചു പറഞ്ഞു, മഴ വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയാണ് വിവാഹം. വേറൊരുത്തം പറഞ്ഞു, പിള്ളേരുണ്ടാകാൻ വേണ്ടിയ വിവാഹം. എന്തിനു വേണ്ടിയാ വിവാഹം? ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് മക്കൾ ജനിക്കാൻ വേണ്ടി വിവാഹം ഇല്ല, അതിന് വെറും 2ാം സ്ഥാനമേ ഉള്ളൂ. അതാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര്, അവർ ഒന്നാകുന്നു. അവർ ഒന്നിനെ ജനിപ്പിക്കാൻ വേണ്ടി നല്ല പേര്, അവർ ഒന്നാകുന്നു. വിവാഹത്തിൻ്റെ ബൈബിൾ പ്രകാരമുള്ള 1ാമത്തെ ലക്ഷ്യം സ്നേഹദായകം, 2ാമത്തെ ലക്ഷ്യം മാത്രമാണ് ജീവദായകം. മൃഗത്തിന് സ്നേഹമില്ല, ജനിപ്പീരേ ഉള്ളൂ. മനുഷ്യന് ആദ്യം സ്നേഹം, ആ സ്നേഹത്തിൻ്റെ പുഷ്പിക്കലാണ് കുഞ്ഞുങ്ങളുടെ ജന്മം. അപ്പോൾ 1ാമത്തെ ലക്ഷ്യം സ്നേഹദായകം, 2ാമത്തെ ലക്ഷ്യം ജീവദായകം. മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെക്കുന്നത് പാപമാണ്. അതേസമയം ദൈവം തന്നില്ലെങ്കിൽ തന്നില്ല. അടിസ്ഥാനം മക്കളല്ല, സ്നേഹമാണ്. അതുകൊണ്ടാണ് ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്, ആദത്തിന് മക്കളുണ്ടാകാൻ ഹവ്വായെ കൊടുത്തെന്ന് ഒരു ബൈബിളിലും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞത് ആദത്തിന് ചേർന്ന ഇണയും തക്കതായ തുണയുമായിരിക്കുവാൻ ഹവ്വായെ നൽകി എന്നാണ്. അതുകൊണ്ടാണ് മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുടമാളൂരിൽ 72കാരൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് 65കാരിയാണ്. ഞാനും പോയി അപൂർവ വിവാഹം കാണാൻ വേണ്ടി. നവവധുവിന് ഒരു കുഴപ്പമേ ഉള്ളൂ, മുൻവശത്ത് മുകൾ നിരയിൽ 6 പല്ലുകളില്ല. ഒരു പാളയം കോടമ്പടം വിളിച്ച് വായി വെച്ചാൽ നേരെ തൊണ്ണേ ചെന്ന് മുട്ടും. ആ പരുവത്തിൽ നിൽക്കുക. എന്തിനാ 72കാരൻ 65കാരിയെ കെട്ടിയത്? മക്കളുണ്ടാകാൻ വേണ്ടിയല്ല. പ്രാർത്ഥിക്കുമ്പം മറുപടിയെല്ലാം കൂട്ട്, രാത്രി വർത്താനം പറയുമ്പോൾ മൂളിക്കേക്കാൻ ഒരാൾ. മക്കളില്ലാത്ത എത്രയോ ദമ്പതിമാർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചില മക്കളുള്ള ചിലർ പറയും, എൻ്റെ കുട്ടിയേക്കാൾ ഭേദം പട്ടിയെ വളർത്തുമായിരുന്നു, അങ്ങനെ പറയുന്നവരെയും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മോൻ അപ്പനോട് കളിക്കുമ്പോൾ അപ്പനോട് കയർക്കുമ്പോൾ അമ്മ പറയുന്നത്, എടാടാ അപ്പനോട് നീ കളിക്കേണ്ട കേട്ടോ, കാരണം ഇവൻ ഏതവിടെ പറയാം നാളെ ഓടുമെന്ന് അമ്മയ്ക്ക് ഉറപ്പില്ല. ഉറപ്പ് താലി കെട്ടിയ അപ്പനാണ്. മോൾ അമ്മയോട് വിളയുമ്പോൾ അപ്പം പറയടി അമ്മയോട് കളിക്കേണ്ട, കാരണം ഇവൾ ഏതവൻ്റെ പുറകെ ഓടുമെന്ന് അറിയത്തില്ല. ഉറപ്പ് സ്വന്തം ഭാര്യയാണ്. അതുകൊണ്ടാണ് സ്വന്തം മക്കളുടെ മുമ്പിൽ അപ്പനെ താഴ്ത്തി പറയുന്ന ഭാര്യ പദവിക്ക് അർഹതയുള്ളവളല്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ മുമ്പാകെ അമ്മയെ താഴ്ത്തി പറയുന്ന ഭർത്താവ് ഭർത്തൃപദവിക്ക് അർഹതയുള്ളവനല്ല. ഏതെങ്കിലും അമ്മ പറയുമോ, മോനെ അപ്പം പിശാചാടാ, മിനിയാൻ എനിക്കിട്ട് തല്ലി, ഇന്നലെ നിനക്കിട്ട് തല്ലി, ഇന്ന് പെങ്ങക്കിട്ട് തല്ലി, നാളെ നമുക്ക് അപ്പനെ കാച്ചണപ്പെടാമെന്ന് ഒരമ്മയും പറയത്തില്ല. സഹിത്വമാ പ്രധാനം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം ഭാര്യ ആദ്യം മരിച്ചിട്ട് കെട്ടിയവൻ കുറേ നാൾ കൂടെ ജീവിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടിയവൻ മരിച്ചതിന് ശേഷം ഭാര്യ ജീവിക്കുന്നതാണ്. കാരണം ഭാര്യ ഉള്ളപ്പം ചൊറിഞ്ഞ വർത്താനം പലതും കെട്ടിയവൻ പറയും, ഇല്ലാതാകട്ടെ വട്ടുപിടിക്കും. ഭാര്യയ്ക്ക് പകരം ഒരാളാകാൻ പറ്റുകയില്ല. അതേസമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കെട്ടിയവൻ മരിച്ചാലും പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികൾ ഉരുള കൊടുത്ത് കുളിപ്പിച്ച് തുടപ്പിച്ച് പിള്ളേരെ കളിപ്പിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും വലിയ ഭാഗ്യം ഭർത്താവ് ആദ്യം മരിക്കണം, ഭാര്യ രണ്ടാമത് മരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഈ സംഗമത്തിൻ്റെയൊക്കെ അവസാനത്തെ രാത്രിയിൽ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ ഭാര്യയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അച്ഛൻ പഠിപ്പിക്കുകയാണ്. കെട്ടിവൻ കേക്ക് ഉറക്കെ പ്രാർത്ഥിച്ചേക്കരുത്. രാത്രി കിടക്കാൻ നേരത്ത് തുടയിൽ കരങ്ങൾ തുറന്നു വെച്ച് ഉള്ളിലേ പ്രാർത്ഥിക്കാവൂ. ഭാര്യ പ്രാർത്ഥിക്കുമ്പം കെട്ടിവൻ ചോദിക്കത്തടി ജോസഫ് അച്ഛൻ പഠിപ്പിച്ച മറ്റേ പ്രാർത്ഥനയാണോ ഇത്? അങ്ങനെ ചോദിക്കുകയരുത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവിൻ്റെ ശവമടക്ക് കൂടാൻ എനിക്ക് ഭാഗ്യം തരണമേ. 3 സ്വർഗസ്നായ പിതാവേ ചൊല്ലി കാഴ്ചവെക്കണം. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയാണെങ്കിൽ ഇങ്ങനെ: ദൈവമേ, ഞാൻ മരിച്ചു കഴിഞ്ഞ് ഈ കാലമാടൻ കുത്തിയിരുന്ന് അനുഭവിക്കാൻ ഇടയാകണേ. അങ്ങനെയും ചെല്ലാം 3 സ്വർഗസ്നായ പിതാവേ. ദൈവം തന്ന ജീവിതം സ്നേഹദായകവും ജീവദായകവുമായി ജീവിച്ച് ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമുക്ക് കഴിയട്ടെ. അനുഗ്രഹീതമായ കുടുംബജീവിതം വഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ. നല്ലവനായ കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ ആശീർവാദവും നമുക്ക് ലഭിക്കട്ടെ. ആമേൻ. ഹൃദ്യമായ
കുടുംബ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പരിക്കലച്ചൻ, നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ഡൈറ്റസ് ജോർജച്ചൻ, വന്യ റംബാച്ചൻ, സിസ്റ്റേഴ്സ്, വന്യ വൈദിക ശ്രേഷ്ഠരെ, നല്ല കരുണാനന്ദകരമായ ഗാനങ്ങൾ പാടിയ ഗായക സംഘ അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദേശവാസികളെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിറഞ്ഞ സന്തോഷത്തോടുകൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് ദൈവം കരുണ ചെയ്തതിന് ദൈവത്തിന് 1000 നന്ദി. ഈ കോഴഞ്ചേരി മെൽസോ കൺവെൻഷൻ്റെ നാമത്തിലും ഭദ്രാസനത്തിൻ്റെ നാമത്തിലും എല്ലാവരുടെയും ഇതിന് കഠിനാധ്വാനം ചെയ്ത എല്ലാവരുടെയും പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. വിശദമായ നന്ദി പ്രകടനമൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു വലിയ കടമയാണത്. ഈ കൺവെൻഷന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത, അതൊരു വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച അനേകർ, അതിലൊരാളാണ് പ്രിയപ്പെട്ട ജോസഫ്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിലല്ല എനിക്ക് പരിചയമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് അതീവ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. മാരാമൺ റിട്രീറ്റ് സെൻറ്ററിൽ ബൈബിൾ ക്ലാസ് നടത്തുന്നതിന് ഒത്തിരി സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കോഴഞ്ചേരി ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വളരെയേറെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് വീണ്ടും അനുമോദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഈ വൈദികർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികർ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വൈദികർ, ഈ 3 പള്ളികളിലെ വൈദികർ, ബഹുമാനപ്പെട്ട റോയ് ഫിലിപ്പച്ചന്, വട്ടപ്പറമ്പിൽ ജോർജ് വർഗീസ് അച്ഛന്, PT മാത്യൂസ് അച്ഛന്, അവരൊക്കെയും ഈ 3 പള്ളികളിലെ സുവിശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റുമാരെന്നുള്ള നിലയിലല്ല, അതിലൊക്കെ ഉപരിയായി ഈ പ്രസ്ഥാനം വളരെയേറെ വിജയിക്കണമെന്നുള്ള ആത്മാർത്ഥമായ അർപ്പണബോധത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഒത്തിരിയേറെ പേരെ അനുമോദിക്കാനുണ്ട്. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച സുവിശേഷ പ്രവർത്തകർ, ഇതിൻ്റെ പിൻപിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ മുതിരുന്നില്ല. എന്നിരുന്നാലും ഈ സംവിധാനത്തിന് പിൻപിൽ നല്ല പ്രാർത്ഥനാപൂർവമായ കഠിനാധ്വാനം ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. സാമ്പത്തികമായ സഹായം, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെയുള്ള സഹായങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. അങ്ങനെ കോഴഞ്ചേരി കൺവെൻഷന് കഴിഞ്ഞ വർഷത്തെ ബദ്ധപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് ഇന്ന് ഒരു പരിധിവരെ ദൈവത്തിന് ഹിതകരമായി, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇതുപോലെ സമാപിപ്പിക്കുവാൻ സാധിക്കുന്നതിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ സംവിധാനം ഒത്തിരി ആകർഷണീയമാണ്, ഒരു സംശയവുമില്ല. ഈ വഴിയോരത്തുകൂടി യാത്ര ചെയ്യുന്നവർക്കൊക്കെയും ഈ ശബ്ദം, സുവിശേഷത്തിൻ്റെ, നിർമ്മല സുവിശേഷത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നു. അവരുടെ കണ്ണപുടങ്ങളത് മാറ്റൊലിക്കൊള്ളുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളത് ആഴത്തിൽ ഇറങ്ങി വസിക്കുന്നുണ്ടെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്ത് അത് നടത്തുവാൻ തക്കവണ്ണം പഞ്ചായത്തിൻ്റെ എല്ലാ അനുവാദവും ഒക്കെ തന്നിരിക്കുന്നതിൽ അവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഹൃദ്യമായി നിർമ്മല സുവിശേഷം നമ്മളോട് അറിയിച്ച അഭിവന്യ സറാഫീൻ തിരുമേനിയോടും അഭിവന്യ തീത്തൂസ് തിരുമേനിയോടുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് കത്തോലിക്ക സഭയിലെ ഈ ജോസഫ് പുത്തമ്പരിക്കലച്ചനോടും അവരുടെ 3 പേരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. 3 പേരും ഓരോ സഭയുടെ പ്രതിനിധികളാണ്. അപ്പോൾ ഒരു സഭ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ എക്യുമിനിക്സത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് നമുക്ക് ഈ ദേശത്തിനൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനാ ഗാനങ്ങളും നമ്മുടെ ചുണ്ടിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വാക്കുകളും ഒക്കെ ഈ അന്തരീക്ഷത്തെ മാധുര്യമാക്കട്ടെ. സന്ദേശം കൊണ്ട്, സുവിശേഷത്തിൻ്റെ സന്ദേശം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഒത്തിരി അപശബ്ദങ്ങളുണ്ട്. അത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെ ഏറെ കൂടുതലാണ്. ഒരു പരിസ്ഥിതി ചിന്ത വരികയാണെങ്കിൽ
ഈ വായു വളരെ മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ മണ്ണ് അതിനേക്കാൾ മലിനീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. വെള്ളം അതിലൊക്കെ അപ്പുറം. അത് വലിയ തീരാവ്യാധികൾ കൊണ്ട് പക്ഷി മൃഗാദികളൊക്കെ ചത്തൊടുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. പരിസ്ഥിതി വളരെ മോശമാണ്. അങ്ങനെ വളരെ പൊല്യൂട്ടഡായിരിക്കുന്ന അന്തരീക്ഷത്തിൽ തിന്മയുടെ ദുർഗന്ധത്തെ അകറ്റുവാൻ തക്കവണ്ണം നന്മയുടെ സൗരഭ്യത്തെ പരത്തുവാനായിട്ട് ഈ സുവിശേഷത്തിൻ്റെ ശബ്ദത്തിന് സാധിക്കട്ടെ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ അന്തരീക്ഷം ഒത്തിരി മലിനീകരിക്കപ്പെട്ടതാണ്. അത് ആ അന്തരീക്ഷത്തെ നമ്മുടെ നല്ല നല്ല ആശയങ്ങൾ കൊണ്ട്, നല്ല സുവിശേഷത്തിൻ്റെ നല്ല സന്ദേശങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ മാറ്റൊലി ഇവിടെ ദിവസങ്ങളായിട്ട് മനുഷ്യഹൃദയങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളോട് അതിൻ്റെ ജോയെ, മറ്റ് അവരുടെ സഹോദരന്മാർ, മറ്റ് പ്രവർത്തകരെല്ലാവരോടും, മൂന്നിടവകയിലുള്ള ആളുകളോടെല്ലാം എൻ്റെ പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനയുടെ സൗരഭ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു വലിയ കടമയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥന അതൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും കുടുംബങ്ങളിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷത്തെ സൗരഭ്യപൂർണ്ണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് മുതൽ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് വീഴുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷത്തെ മധുരിമമാക്കുകയും അല്ലെങ്കിൽ സൗരഭ്യപൂർണ്ണമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. കർത്തൃ സാന്നിധ്യത്തോടുകൂടി, സ്ലീഹന്മാരുടെ ആ അകമ്പടിയോടുകൂടി, പരിശുദ്ധന്മാരുടെ ആ വലിയ സാന്നിധ്യത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, ദിനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചന നൽകണമേ. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതിൻ്റെ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യുവാൻ കഴിയുന്ന കർത്താവിന് ചെയ്ത നരളിച്ചതുപോലെ ചെറിയവരെ കണ്ടുപിടിക്കുവാൻ ഇതിൻ്റെ ഈ സുവിശേഷ ഘോഷണത്തിൻ്റെ മെൽത്തോ 2014 ഫോളോ അപ്പ് വർക്കായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒത്തിരി ഏറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടവകളിൽ നമ്മുടെ അയൽക്കാരായിട്ട്, സ്നേഹിതരായിട്ട്, സഹോദരന്മാരായിട്ട് അനേകം ചെറിയവരുണ്ട്, അശരണരുണ്ട്, അഗതികളുണ്ട്, ആശ്രയമില്ലാത്തവരുണ്ട്, പട്ടിണിക്കാരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ഒത്തിരിയേറെ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇവരെ കണ്ടുപിടിക്കുവാനുള്ള ഒരു പരിപാടി ഇതിൻ്റെ ഫോളോ അപ്പ് വർക്കായിട്ട് നടത്തുവാൻ തക്കവണ്ണം തീരുമാനിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഒരാശയവുമുണ്ട്. അതിന് നമ്മുടെ ഈ മെൽത്തോയുടെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ. കാരണം ഈ ഭദ്രാസനത്തിൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ അനേകർ ആവശ്യക്കാരായിട്ടുണ്ട്. അങ്ങനെ ചെറിയവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മെഴുകുതിരി കത്തിക്കാത്ത ആരും ഇവിടെ കാണത്തില്ല. അനേക പ്രാവശ്യം പള്ളികളിലും കുരിശടികളിലും ഖബറിങ്കലും ഒക്കെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചവരാണ്. എന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ഒരു ചെറിയ ദീപമുണ്ട്. ഇറ്റ് മേ റീകിൻഡിൽ അവർ ഇന്നർ ലൈറ്റ് ഓഫ് ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ആ ഉള്ളിലെ പ്രകാശം വളരെയേറെ അധികമായി പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊത്തിരിയേറെ പ്രവർത്തിക്കുവാനുണ്ട്, ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ നാളം ദീപം കൊളുത്തി അത് നമ്മുടെ ഉള്ളിലെ സുവിശേഷം നിറയുവാനും മറ്റുള്ളവർക്കത് പകരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. ആ ലൈറ്റ് ഓഫ് ഗോസ്പൽ അത് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ച്
മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത ദൈവത്തിൻ്റെ വചനം, അരുളി ചെയ്ത വചനം എല്ലാവർക്കും നിറവായി വിളമ്പിക്കൊടുക്കുവാൻ തക്കവണ്ണം ഈ മെൽത്തോയ്ക്ക് സാധിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ വാക്കുകളിൽ ഏവർക്കും നന്ദി അറിയിക്കുന്നതിനായി തുമ്പോൺ ഭദ്രാസന സുവിശേഷ സെക്രട്ടറി തോമസ് ജോണിനെ ക്ഷണിക്കുന്നു. സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും മൂർത്തിഭാവമായ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ ഹിസ് ഗ്രേസ് കുര്യാക്കോസ് മാർ ക്ലെമീസ് തിരുമേനി, ഇന്ന് ഈ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം ചെയ്ത റവറൻഡ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ, ഈ കൺവെൻഷൻ്റെ പ്രസിഡൻറ്റ് ഫാദർ റോയ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റുമാരായ റവറൻഡ് ഫാദർ പി ടി മാത്യൂസ്, ഫാദർ ജോർജ് വർഗീസ്, മാർത്തോമ ഇടവകയിലെ വികാരി റവറൻ റോയ് തോമസ് അച്ഛൻ, യാക്കൂബ് എറമ്പാച്ചൻ, ടൈറ്റസ് അച്ഛൻ, വേദിയിലും ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഇന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത വിശ്വാസികളുടെ സമൂഹമേ, 3 ദിവസമായിട്ട് കാലാവസ്ഥ അനുകൂലമാക്കി തന്ന് എല്ലാ അനുഗ്രഹങ്ങളും ചൊഞ്ഞ് ഈ കൺവെൻഷൻ ഒരു പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുവാൻ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ കൺവെൻഷൻ്റെ എല്ലാ ദിവസവും അധ്യക്ഷനായിട്ടിരുന്ന് ആമുഖ പ്രഭാഷണം നടത്തി നമ്മളെ അനുഗ്രഹിച്ച അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലെമീസ് തിരുമേനി, അഭിമന്യ തിരുമേനിയുടെ തൃപാദങ്ങൾ ഞങ്ങളുടെ സ്നേഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷന് വേണ്ടതായ നേതൃത്വം നൽകിയതിന് തിരുമനസിനോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ റവറൻഡ് ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ. ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ പേരിൽ, കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിൽ, സുവിശേഷ സംഘത്തിൻ്റെ പേരിൽ എല്ലാവിധമായ നന്ദിയും കൃതജ്ഞതയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ മിസ്റ്റർ ജോസഫും പുതുശ്ശേരി പങ്കെടുത്തു, ഇതിനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് എറമ്പാച്ചൻ, ടൈറ്റസ് ജോർജൻ, ഭദ്രാസന സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട്. ഈ കൺവെൻഷൻ കമ്മിറ്റിക്ക് വേണ്ടി അവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. റവറൻ റോയ് തോമസ് അച്ഛൻ കോഴഞ്ചേരി മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. അദ്ദേഹം ധാരാളം ആൾക്കാരുമായിട്ട് ഈ കൺവെൻഷൻ പന്തലിൽ വന്നു. ഇന്നലെയും അച്ഛൻ വന്നു. വളരെ നന്ദി അച്ഛൻ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും വളരെ നന്ദി. 1-ാം ദിവസത്തെ പ്രാസംഗികൻ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി തിരുമേനിയെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. മാർത്തോമ സഭയുടെ ബോംബെ ഭദ്രാസന അധിപൻ അഭിമന്യ തോമസ് മാർ തിത്തോസ് തിരുമേനിയെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പേരെടുക്കുന്നില്ല, എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിൽ 3 ദിവസം പങ്കെടുത്തവർക്കും ഇന്ന് പങ്കെടുത്തവർക്കും അല്പമായോ അധികമായോ ഈ കൺവെൻഷൻ കമ്മിറ്റിയെ സഹായിച്ച എല്ലാ വൈദികർക്കും ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ കൺവെൻഷൻ്റെ വിജയം ഈ നാട്ടിലെ വിശ്വാസികളായിരുന്നു. അതോടൊപ്പം കോഴഞ്ചേരിയിലും പരിസരത്തുമുള്ള സഹോദരി സഭയിലെ ഇടവക അംഗങ്ങളും ഈ കൺവെൻഷനെ വളരെ മാത്രം സഹായിച്ചു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് വേണ്ടതായി എല്ലാം ചെയ്തു തന്ന ഈ നാട്ടിലെ വിശ്വാസികളെ ആദ്യമായിട്ട് നിങ്ങളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്ത റോയ് ഫിലിപ്പ് അച്ഛൻ ഒരു വിഷണറിയോടുകൂടി, ചില ഉദ്ദേശങ്ങളോടുകൂടി വളരെ മെറ്റിക്കുലസ്ലി ഹി ഹാസ് പ്ലാൻഡ് ദിസ് കൺവെൻഷൻ. അച്ഛൻ്റെ സേവനം ഈ സഭയ്ക്ക് ഒരു അസറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അച്ഛനോടൊപ്പം റവറൻ ഫാദർ പി ടി മാത്യൂസ് അച്ഛൻ,
ജോർജ് വർഗീസ് അച്ഛൻ, കോഴഞ്ചേരി ഇടവകയുടെ വികാരി, നാരങ്ങാണം ഇടവകയുടെ വികാരി അകമഴിഞ്ഞ് സഹകരിച്ച് വേണ്ട ഉത്തേജനം നൽകി, വേണ്ട പ്രോത്സാഹനം നൽകി അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. അവർ രണ്ടുപേർക്കും ആസ് എ ഫോർമാലിറ്റി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കൺവെൻഷന് ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ച മിസ്റ്റർ ഷിബു ഫിലിപ്പ്, ജോയിൻറ്റ് കൺവീനേഴ്സ് ആയി പ്രവർത്തിച്ച ജോമോൻ പുത്തമ്പറമ്പിൽ, ശ്രീ സാബു നാരങ്ങാണം, ഈ ത്രിമൂർത്തികൾ ഒരത്ഭുതം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ യുവാക്കളുടെ പ്രവർത്തനം പ്രശംസയ്ക്ക് അതീതമാണ്. അവരോട് നന്ദി പറഞ്ഞ് ഞാൻ അവരെ അവഹേളിക്കാൻ തുനിയുന്നില്ല. ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ അവരോടുള്ള അഭിനന്ദനങ്ങൾ. ശ്രീ അട്ടത്തറയിൽ ജോസഫിനോടും ഈ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സൺഡേ സ്കൂളിലെ യുവജനങ്ങളെയും സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെയും ക്ലാസ് എടുത്ത് അവർക്ക് വേണ്ടതായ വചനം പറഞ്ഞു കൊടുത്ത ഇൻസൈറ്റ് മിഷൻ ഡയറക്ടർ മിസ്റ്റർ സുനിൽ ഡി കുരുവിളയോടും നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രകടിപ്പിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ ഫൈനാൻസ് കൺവീനറായിട്ട് വർക്ക് ചെയ്ത മിസ്റ്റർ കുര്യൻ ഉന്മൻ വലിയ വീട്ടിൽ ഫൈനാൻസ് കാര്യങ്ങൾ മാത്രമല്ല, കൊയറിലെ കുട്ടികൾക്ക് ഒരു മാർഗദർശിയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോടുമുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. സുന്ദരമായ പാട്ടുകൾ എഴുതി കൊടുത്തവർ, സുന്ദരമായ പാട്ടുകൾ ട്യൂൺ ചെയ്ത് ഈ കുട്ടികൾ ഇവിടെ പാടിയപ്പോൾ എത്ര മനോഹരം, സ്വർഗം താണിറങ്ങിയ പോലെ നമുക്ക് തോന്നി. കഴിഞ്ഞ 2 മാസമായിട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച ഈ കുഞ്ഞുങ്ങളെ, കൊയറിലെ എല്ലാ മെമ്പേഴ്സിനെയും ആർദ്രവമായിട്ട് വളരെ ഹൃദ്യമായിട്ട് കൃതജ്ഞത അവർക്ക് രേഖപ്പെടുത്തുകയാണ്. കൊയർ മാസ്റ്ററായ രഞ്ജു പോളിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. കോഴഞ്ചേരിയിലും പരിസരത്തുമുള്ള എല്ലാ ബിസിനസ് കമ്മ്യൂണിറ്റി അംഗങ്ങളോടും നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മീറ്റിങ്ങിന് ഏറ്റവും അധികം പ്രോത്സാഹനം പിന്തുണ തന്ന അഭിവന്യ എബ്രഹാം എപ്പിഫാനൂസ് തിരുമനസിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സഭ മാനേജിംഗ് കമ്മിറ്റിയും റോയ് എം മാത്യു മുത്തൂറ്റിനോടുള്ള നന്ദി. അതോടൊപ്പം തന്നെ കോഴഞ്ചേരിയിലെ മാർത്തോമ CSI കാത്തലിക് ചർച്ചിലെ വികാരിമാർ, അവിടുത്തെ ആളുകൾ, വിശ്വാസികൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. മുത്തൂറ്റ് ഹോസ്പിറ്റലിലെയും പയ്യാനൽ ഹോസ്പിറ്റലിലെയും സ്റ്റുഡൻസിനുള്ള നന്ദിയും അറിയിക്കുന്നു. മാമോദീസയുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യും അല്ലോ കർത്താവേ, ദുഷ്ടാത്മാക്കൾ എന്നിലിരിപ്പിടം ഏകരുതേ. തൊഴിലില്ലാതെ വിഷമിക്കുന്നവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. തക്കതായ തുണയെ കണ്ടെത്താൻ വിഷമിക്കുന്നതായ പ്രിയ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മണലാരണ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി കടന്നു വന്നിരിക്കുന്നവരെ തിരുമുമ്പാകെ സമർപ്പിക്കാം. ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തില്ലൊരു ഗുണവും എൻ വ്രണമോ കഠിനം നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു നിങ്കൽ വരുന്നോ
സുഖമേൽക്കും കാരുണ്യവാനായ ദൈവമേ, കണ്ണുനീരോടുകൂടെ നിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകുന്നുവല്ലോ. ഇന്ന് ഈ പന്തലിൽ നിന്ന് ഉയരുന്നതായ നിലവിളികളെയും കണ്ണുനീരുകളെയും അവിടുന്ന് സ്വീകരിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്വം ചെയ്ത ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം കഷ്ടതയിലായിരിക്കുന്നവരെ ദർശിക്കണമേ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പാൻ തക്കുള്ള മനസ്സൊരുക്കം ഞങ്ങളിൽ വളർത്തണമേ. അവരെ ശുശ്രൂഷിപ്പാൻ തക്കോണം ഞങ്ങളുടെ കരങ്ങളെ നിന്റെ കരങ്ങളാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ഹൃദയങ്ങളാക്കണമേ. മനസാക്ഷി മരവിച്ചു പോയിരിക്കുന്നവർക്ക് ജീവിതം പകരുവാൻ തക്കോണം മനസാക്ഷിയുടെ ദീപമായി ഞങ്ങളെ അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവജനത്തെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ രാജാക്കന്മാരെയും മന്ത്രിമാരെയും കൽപ്പിച്ചാക്കിയവനായ ദൈവമേ, ഈ ദേശത്തെ ഭരിക്കുന്ന മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഭരണാധിപന്മാരെയും സകലരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവഭയമുള്ളവരാക്കി അവരെ തീർക്കണമേ. ജനത്തോട് കരുണ ചെയ്യുവാനുള്ള മനസ്സൊരുക്കം അവരിൽ നൽകണമേ. നീയാകുന്നു ആ സ്ഥാനങ്ങളിലൊക്കെയും അവരെ ആക്കിയിരിക്കുന്ന ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. പ്രതികാൽ ദൈവമേ, ദേശത്ത് പടർന്നു പേടിക്കുന്നതായ പകർച്ചവ്യാധികളെ അവിടുന്ന് വിലക്കണമേ. നഷ്ടപ്പെട്ടു പോകുന്നതായ പാവപ്പെട്ടവരുടെ കണ്ണുനീരുകളെ അവിടുന്ന് കണ്ട് പ്രകൃതിയോട് മനസ്സലിയണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സഭ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പിതാക്കന്മാരെ പരിശുദ്ധാത്മ ശക്തിയും ചൈതന്യമുള്ളവരാക്കണമേ. കുടുംബസ്ഥരെ സ്നേഹപൂർവ്വം അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്ത്രീ പുരുഷന്മാരെ അവിടുന്ന് കരുണയോടെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ മക്കളൊന്നും നഷ്ടപ്പെടാതിരിപ്പാൻ തക്കോണം നിന്റെ ആത്മീയമായ വലയത്തിനും പ്രഭയ്ക്കുമുള്ളിൽ അവരെ കാത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധമാകുന്ന സ്ലീബ ഞങ്ങൾക്ക് വഴികാട്ടിയും രക്ഷയുമായിരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഭവനത്തിൽ പാർപ്പിക്കണമേ. വരും വർഷങ്ങളിലും ഈ മെൽത്തോ കൺവെൻഷൻ മുഖാന്തരം ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കുകയും ചെയ്യണമേ. യാഗേ നിന്റെ നാമം വാഴ്ത്തിടുന്നു. യാഗേ നിന്റെ നാമം പുകഴ്ത്തിടുന്നു. സംഗീതത്തോടും സ്തോത്രത്തോടും നിന്റെ നാമം വാഴ്ത്തിടുന്നു. നിന്റെ നാമം വാഴ്ത്തിടുന്നു. നിന്റെ നാമം വാഴ്ത്തിടുന്നു. നിന്റെ നാമം വാഴ്ത്തിടുന്നു. യാഗേ നിന്റെ നാമം വാഴ്ത്തിടുന്നു. യാഗേ നിന്റെ നാമം പുകഴ്ത്തിടുന്നു. നിന്റെ മഹത്വം ആകാശം വർണ്ണിച്ചിടുമ്പോൾ നിന്റെ കൃപകൾ ഭൂലോകം വാഴ്ത്തിടുമ്പോൾ നിന്റെ മഹത്വം ആകാശം വർണ്ണിച്ചിടുമ്പോൾ